റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് പറഞ്ഞത്, 1 മണിക്കൂർ അള്ളാന്റെ ദീന് കേൾക്കാൻ, ഇൽമുൽ കേൾക്കാൻ നിങ്ങളെങ്ങാനും ചെലവഴിച്ചു പോയാൽ അത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള സംഗതിയാണ്, കാര്യമാണെന്ന് പുണ്യ റസൂലുള്ളാഹി. ഉറക്കെ പറയും, പുണ്യ റസൂലുള്ളാഹി 1 മണിക്കൂർ അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ, അള്ളാഹിനെ പറ്റി കേൾക്കാൻ, അവനെ ചിന്തിക്കാൻ, അള്ളാന്റെ ദീനാകുന്ന നൂറാകുന്ന ഇൽമു കേൾക്കാൻ, ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ പച്ചക്കള്ള ഭാഷയിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ള മജ്ലിസിലിരിക്കാൻ ഞാനും നിങ്ങളും 1 മണിക്കൂർ എങ്ങാനും ചെലവിട്ടു പോയാൽ അതൊരു രാത്രി മുഴുവനും പകലന്തിയോളം, പകൽ നേരം വരെ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിച്ച് സുജൂദ് ഇടുന്നതിനേക്കാളേറെ കൂലിയുള്ള ശ്രേഷ്ഠമായ അമല. അപ്പൊ ആ അമല് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നവർ വളരെ കുറവായിരിക്കും. അതിന് പിന്നെ അയാൾ വന്നില്ല, ഇയാൾ വന്നില്ല, പുറത്ത് കുറെ ആളുണ്ട്, അതിലങ്ങനെ ഉലാത്തുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ചെന്ന് കയറാൻ പറ്റിയ ഒരു ഇടമല്ല ഇത്. കാരണം ഇതൊരു ഫെഡ്ലൈറ്റ് ഗാലറി അല്ല, ഇതൊരു 2020 മാച്ചല്ല, ഇതൊരു കബഡി ടൂർണമെന്റ് അല്ല. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലായത് കൊണ്ട് തന്നെ അതിന് ഭാഗ്യം ലഭിക്കുന്നവർ വളരെ കുറവാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, ഇത്തരം കർമ്മങ്ങളിൽ കൂടാൻ, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ, ഇങ്ങനെയുള്ള സംഗതികൾക്ക് പങ്കുവഹിക്കാൻ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ അവർക്ക് ആദ്യം വേണ്ട ക്വാളിഫിക്കേഷൻ എന്തറിയാ? ആരോഗ്യമല്ല, ഫ്രീ സമയമല്ല, അതിലേറെ മനസ്സല്ല, ആഗ്രഹമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് ഒത്തുകൂടാൻ, അവിടെ വന്നൊരു തിരുനേരം ഇരിക്കാൻ, അതിൽ പങ്കുവഹിക്കാൻ, അതിൽ പങ്കാളിയാകാൻ, അതുമായി സഹകരിക്കാൻ, അവിടെ ചെന്നിരിക്കാൻ, ഒരു തിരുനേരം കേൾക്കാൻ അവർക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമല്ല, മനസ്സല്ല, പിന്നെയാ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ആ തൗഫീഖ് തരേണ്ടവൻ അല്ലാഹുവാണ്. അപ്പൊ ഈന് ആദ്യം വേണ്ടത് മനസ്സല്ല. മനസ്സെല്ലാവർക്കും ഉണ്ടാവും. വയലിന് പോണതിന്, അടുത്തിന് കേൾക്കണതിനും, കുറച്ചു നേരം ഇരിക്കണതിനും സമയം കിട്ടിയില്ല എന്നൊക്കെ. ഇനി വേണ്ടത് ആദ്യം സമയമല്ല, അങ്ങനെയുള്ള ആശയോ ആഗ്രഹമോ അല്ല. ആദ്യം വേണ്ടത് അള്ളാന്റെ തൗഫീഖാണ്. ആ തൗഫീഖ് ലഭിച്ചു എന്ന് കണ്ടാൽ അയാൾക്ക് ഇവിടെ വരാൻ സമയമുണ്ട്, അയാൾക്ക് ഇവിടെ എത്തിയിരിക്കാൻ ആരോഗ്യം കിട്ടും, അയാൾക്ക് ഇവിടെ വരാനുള്ള എല്ലാ വഴികളും എളുപ്പമാകും. തൗഫീഖില്ല എന്ന് കണ്ടാൽ അയാൾ ആ കമ്പൗണ്ടിന്റെ പുറത്ത് ചാരി നിന്ന് സൊള്ളയടിക്കുന്നെങ്കിൽ പോലും, സൊറ പറയുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇവിടെ വരാനുള്ള യോഗമുണ്ടാവില്ല, ഭാഗ്യമുണ്ടാവില്ല. കാരണം ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇത് മുബാറക്കായ മജ്ലിസാണ്, ഇത് മലായികത്തീങ്ങളെ സംഗമ സ്ഥലമാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന നേരം ഉമ്മമാര് കേൾക്കണോ, പെങ്ങള് കേൾക്കണോ, പൊന്നു മുസ്ലിമേ കേൾക്കണോ? ഇത് കേവലം ഒരു പരിപാടിയല്ല. ഒരു ഇത്തിരി നേരം കേട്ടിട്ട് ആസ്വദിച്ചിട്ട് പിന്നെ എണീച്ചു പോകാം എന്ന തരത്തിൽ മുന്നേ തീരുമാനിച്ചിട്ട് വന്നിരിക്കേണ്ട പരിപാടിയല്ല. ഞാനും നിങ്ങളും ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇത് അല്ലാഹ് പൊരുത്തപ്പെടുന്ന കാര്യമാണ്, ഇത് പുണ്യകരമായ അമലാണ് എന്ന നിയ്യത്തോടെ, വിചാരത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ആണുങ്ങൾക്ക് വേണ്ടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും അല്ലാഹുവോട് പൊറുക്കലിനെ തേടുന്നു. ഏതുവരെ അറിയുമോ? നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങൾ ചവിട്ടിയ കല്ല്, മണ്ണ്, മണലുകൾ പോലും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആരക്കുകയാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹാ വർഹംഹാ. പടച്ചോനെ, ഇവർക്ക് നീ പൊറുക്കണേ അല്ലാ, ഇവർക്ക് നീ നിന്റെ റഹ്മത്ത് ചൊരിക്കണേ അല്ലാ എന്നിങ്ങനെ മേലായ റബ്ബിനോട് സകല ചരാചരങ്ങളും, ഇക്കാണുന്ന പച്ചിലകളും മരങ്ങളും കല്ലുകളും മണ്ണുകളും മുഴുവനും നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദുആരക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് ചെറിയ കാര്യമല്ല, ഇത് കേവലം ഒരു മാമൂല് പരിപാടിയല്ല, ഇത് കൊല്ലത്തോട് കൊല്ലം കഴിച്ചു കൂട്ടുന്നൊരു നേർച്ച വീട്ടലല്ല. ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ ഭാഗമാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. ചെല്ല്, ഉറക്കെ ചെല്ല്. നിങ്ങളെന്തി ഹബീബുൽ വറാ റസൂലുള്ളാഹ്? നിങ്ങൾ സലാത്ത് ചെല്ലാഞ്ഞിട്ടാണോ അതല്ല ഞാൻ കേൾക്കാഞ്ഞിട്ടാണോ? നിങ്ങളെന്തോ ചൊടിയുള്ള മാതിരിയാണോ? കേൾക്കും പോലെ ചെല്ലിക്കോ. കാരണം എന്തറിയോ, ഈ മൈക്കിൻ്റെ മുമ്പിൽ കുറച്ചൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്കെന്നല്ല നിങ്ങൾക്കാണെങ്കിലും കുറച്ച് ക്ഷീണം തോന്നും. അപ്പം ഞങ്ങൾ ആ ക്ഷീണവും ഞങ്ങളെ ആ പ്രയാസങ്ങളൊക്കെ മാറുന്നത് നിങ്ങളെ സലാത്ത് കൊണ്ടുള്ള ശബ്ദവും ആമീന് കൊണ്ടുള്ള സൗണ്ടും ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ഞങ്ങളതൊക്കെ മറക്കുന്നത്. ഞങ്ങൾക്കതൊരു എനർജിയാണ്.
നിങ്ങളെ ശബ്ദവും നിങ്ങളാ ഒരു ഇരുത്തത്തിന്റെ ചേലും ഞങ്ങൾക്കതൊരു എനർജിയാണ്. അള്ളാഹു ഇതിനേക്കാളേറെ ഭംഗിയായി നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചെല്ലു, നല്ല ഉഷാറിൽ ചെല്ലു. ഒരു ഇളക്കം ഇരുന്നോട്ട്, ഈ ടെൻഷൻ എന്തിന്? മൂന്നാമത്തെ ദുനിയാവിൽ കാണുന്നില്ലേ ഇവരൊക്കെ എങ്ങനെ ഇരുന്നവരാ? ഇന്നിപ്പോ ഒരു മണ്ണിന്റെ അടിയിലാണ്, ഞാനും നിങ്ങളും മണ്ണിന്റെ മുകളിലാണ്. നാളെയോ മറ്റേ നാളോ അതല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാലോ ഞാനും നിങ്ങളും അവരെ പോലെ അതിന്റെ അടിയിലാണ്. അതുപോലെ കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് കൂടുതൽ ടെൻഷനോ ബേജാറോ വേണ്ട, കൂടുതൽ ആദിയോ ആഗ്രഹമോ വേണ്ട, കൂടുതൽ പേടിയോ ബേജാറോ വേണ്ട. എല്ലാം അല്ലാഹു വെച്ചതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ തുകസ്സിർ ഹമ്മക മാ ഖുദ്ദിറ യകൂനു. ടെൻഷൻ അടിക്കണ്ട, ബേജാറാകണ്ട, വെപ്രാളപ്പെടണ്ട, കൈകാലിട്ടടിക്കണ്ട, നീ ഒന്നുകൊണ്ടും മുട്ടുവിറക്കണ്ട. എല്ലാം മേലായ റബ്ബ് വിധിച്ചതുപോലെ അവന്റെ തീർമാനം പോലെ വരും കേട്ടോ. അതുകൊണ്ട് കൂടുതൽ ആദി വേണ്ട, കൂടുതൽ ബേജാറ് വേണ്ട. എത്ര ബേജാറുണ്ടായാലും എത്ര സന്തോഷമുണ്ടായാലും ഇത്തിരി പോകുന്ന ചറ്റക്കുടിയിൽ ഉറങ്ങുന്നവരായാലും വലിയ ഉയർന്നു പൊന്തിയ മണിമാളികയിൽ കിടക്കുന്നവരാണെങ്കിലും നാളെ ഞങ്ങളെ ഇടം ഖബറാണ്, പള്ളിപ്പറമ്പിലെ ഖബറ, ആരാരുമില്ലാത്ത ഖബർ. അതിന്റെ അകത്തളം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു അവരുടെയും ഞങ്ങളുടെയും ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ ചൊല്ല്. ഒന്നാമത് നിങ്ങൾ കുറെ ദൂരായി. എനിക്ക് പ്രസംഗിക്കുമ്പോൾ ചെറിയൊരു വിശ്വാസം കൂടുതലാണ്. ഈ നിസ്കരിക്കുമ്പോൾ നോമ്പ് നോക്കുമ്പോ ഒന്നും വിശ്വാസില്ല, അൽഹംദുലില്ലാ. ഈ പ്രസംഗിക്കുമ്പോൾ എന്താണെന്നറിയില്ല, കുറച്ചൊരു വിശ്വാസം പോലെ. നിങ്ങൾ എന്തോ കേൾക്കുന്നില്ലേ എന്തോ, നിങ്ങൾക്ക് തിരിയുന്നില്ലേ എന്തോ, നിങ്ങൾ വേണ്ടാന്ന് വെച്ചാ എന്തോ, എന്തൊരു തോന്നല്. നിങ്ങൾ അങ്ങനല്ല, ഒരു തോന്നല്. മനുഷ്യന് പലരും തോന്നാലോ. തോന്നുക എന്നത് അറുതുമല്ല, പിന്നെ എടുത്ത് കാണിക്കാനും കഴിയില്ല അല്ലേ ഹലോ സാർ. അങ്ങനെ ഒരു തോന്നല് മാത്രമല്ല, ഈടെ എങ്ങനെയും തോന്നി. കാരണം എന്താ അറിയോ, നിങ്ങൾ തീരെ മനസ്സ് കൊടുക്കുന്നില്ല, നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ എന്തോ ഒരു മൂഡ് ഓഫിലാണ് എന്ന് ഏതായാലും ഈടെ തോന്നി. എന്തുകൊണ്ട്? നിങ്ങൾ കിലോമീറ്റർ അപ്പുറമാണ്, ഞാനും നിങ്ങളും വളരെ ഡിസ്റ്റൻസിലാണ്. ഇത്ര കണ്ട അകലം വേണ്ടായിരുന്നു. ഖബറുണ്ടെങ്കിലും ഖബർ വരെ വരായിരുന്നു. ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ ഖബറിന്റെ മീസാങ്കല്ലിന്റെ മേലെ തന്നെ സ്റ്റേജ് കെട്ടിട്ടേ. നിങ്ങല്ല മൊത്തത്തില് നിങ്ങൾ ബേജാറാണ്ട. അപ്പൊ പിന്നെ ഇരിക്കുന്നവനും വരുന്നവനും പേടിയില്ല, ബേജാറും ഇല്ല. വയലും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഖബറ്, പള്ളി, മീസാന് അങ്ങനെ ഇങ്ങനെ വേണം. അങ്ങനെയാണ്. ഖബറിനെ ബഹുമാനിക്കണമല്ലോ. ഖബറ് ചവിട്ടരുത്, ഖബറിനെ മുന്നിട്ട് പിന്നെ സുജൂദ് നിസ്കരിക്കരുത്, ഖബറിന് മുന്നിൽ ഖബറിന്റെ അടുത്ത് മൂത്രിക്കരുത്, ഖബറിനെ ചവിട്ടരുത്, ഖബറിന് മുമ്പിട്ട് ഖബറിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുകയും പാടില്ല. നല്ല പോലെ ആദരിക്കണം. ഞാനും നിങ്ങളും അവിടെ കിടക്കേണ്ടവരാണ്. എപ്പോഴാണെന്നറിയില്ല എന്ന് മാത്രം. ഞങ്ങളെ ചിന്തയും ഉറപ്പിക്കലും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എന്നാണ്. അല്ല മോന്, ഒരു വേള പ്രസംഗിച്ച് തീരുന്നതിന്റെ ഇടയിലാകാം, അതല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എണീക്കുന്നതിന് മുന്നെയാകാം. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലോ, എന്നായാലും നമ്മൾ പോണ്ടേ. അതുകൊണ്ടാണല്ലോ ഖബർ കാണുമ്പോ മഹാന്മാരൊക്കെ കരഞ്ഞു പോയത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ പറയുന്നല്ല, ഇന്നലെ അത് പറഞ്ഞോ എന്ന് അറിയില്ല. എന്റെ വിഷയം വേറെ, ഞാൻ കരുതിയ വിഷയം വേറെ. ഞാൻ ഇത് ആമുഖമായിട്ട് പറയുന്നതാണ്. ഒരു വേള ഞാൻ പറഞ്ഞതിൽ ഇന്നലെ പറഞ്ഞതും കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഹലോ സാർ, നോട്ടീസിൽ പിന്നെ പ്രത്യേക ഒരു വിഷയം ഖാസാക്കി കൊടുക്കാത്തത് കൊണ്ട് എന്ത് ഏത് ഞമ്മക്കേ അറിയില്ല. അതുകൊണ്ട് പിന്നെ ഏതായാലും ഒരു വിഷയം നമ്മളങ്ങ് മുന്നേ ചിന്തിക്കാൻ പറയാം. ഏതായാലും അല്ലാഹു നാഫിയായ ഇൽമ നല്ല നിലക്ക് പഠിക്കാനും അത് അത് ജീവിതത്തിൽ പകർത്താനും പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ കുറെ അകലായി എന്നൊരു തോന്നല് പൊതുവെ നമുക്ക് റേഞ്ച് പിടിക്കലില്ല. ഇവിടെ നോക്കുമ്പോൾ ഏതായാലും കുറച്ച് റേഞ്ച് കുറവ് തന്നെ, കുറെ അകലായിപ്പോയി. ഒന്ന്. രണ്ടാമത് ഇരിക്കുന്ന മജ്ലിസിന്റെ കോലം കാണുമ്പോൾ, ചേല് കാണുമ്പോൾ ഈ അറിയാത്ത ബാർബർ പെരുന്നാളിന്റെ അന്ന് രാത്രി മുടിയെടുത്ത പോലെ ഉണ്ട്. ചേലാക്കിട്ടിടണം, ഇടുന്നെങ്കിൽ ചേലാക്കിട്ടിടണം, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നോട്ട്. ചത്ത് കിടക്കുന്നെങ്കിൽ ചമഞ്ഞ് കിടക്കണമെന്നാ. ഹലോ സാർ, ഏതായാലും ചത്തല്ല, ഫോട്ടോയിൽ അറിഞ്ഞിട്ട് എങ്ങനെങ്കിലും കിടത്താൻ നിൽക്കണ്ട. നല്ല 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 ചേലായിട്ട് ലെവലൊപ്പിച്ചിട്ട് സഫ് ഒപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട്
നമ്മ ചന്താക്കേണ്ടതിന് തന്നെ മംഗലപന്തളല്ല, ഇൽമിന്റെ മജ്ലിസാണ് ആദ്യം ചേലാക്കേണ്ടത്. ഇതുപോലെയുള്ള ഇടങ്ങളാണ് ആദ്യം ഭംഗിയാക്കേണ്ടത്. കാരണം ഞാനും നിങ്ങളും കാണുന്നില്ലെങ്കിലും ദർശിക്കുന്നില്ലെങ്കിലും ഞങ്ങളെ ഇടയില്, ഞങ്ങളെ മുന്നില്, പിന്നില്, നീച്ചേ പീച്ചേ, ലെഫ്റ്റ് റൈറ്റ് എല്ലായിടത്തും അല്ലാഹുവിന്റെ മലായികത്തുകളുണ്ട്. അവർ ഇവിടെ ഇറങ്ങുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. കാരണം ഞങ്ങളെ വാല് കേട്ടിട്ട് നന്നാവാനല്ല, അവർ ഓൾറെഡി എപ്പോഴേ നല്ലവരാണ്, ഞങ്ങളെക്കാളേറെ നല്ലവരാണ്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ നല്ലവരായ മുഖർറബീങ്ങള് ഇതുപോലെയുള്ള മജ്ലിസുകളിൽ തേടി വരുന്നതിനറിയാ, ഒന്നാമത് അതിന്റെ ബർക്കത്തും അതിന്റെ ഖൈറും അതിന്റെ കൂലിയും നമുക്ക് കിട്ടാൻ. രണ്ടാമത് ഞങ്ങൾ ആമീൻ അല്ലാഹനെ കൊണ്ട് എന്തായാലും സ്വീകരിപ്പിക്കാൻ അവരും കൂടി ഞങ്ങളോടൊപ്പം ആമീൻ പറഞ്ഞാൽ പറയും. അവർ വരുന്നതിനാണ്, മലായികത്തുകൾ വരുന്നത് ആമീൻ പറയാനാണ്. അവരുടെ ആമീനും ഞങ്ങളെ ആമീനും ഒത്തുവന്നാൽ, യോജിച്ചു വന്നാൽ വജബൽ ഇജാബ, ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ആ ആമീന് തള്ളപ്പെടുന്ന വിഷയമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് മലായികത്തുകളെല്ലാം ഉള്ള മജ്ലിസ് ആയതുകൊണ്ട് വയല് നിങ്ങൾ കുറച്ച് കേട്ടാലും പ്രശ്നമില്ല. ഞങ്ങളെപ്പോലത്തെ മൗലിയമാർ കുറച്ച് വയല് പറഞ്ഞാലും വിഷയമല്ല. ബഹുമാനം നല്ലോണം പോണം. അദബ്, ബഹുമാനം, അതാണ് മസ്റ്റ്. അമലിത്തിരി കുറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ബേജാറൊന്നുമില്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഇപ്പൊ നല്ലോണം ഇബാദത്ത് പോകണം, അമല് പോകണം എന്നുള്ള നിർബന്ധമില്ല. നമ്മൾ ഇബാദത്ത് കിട്ടിയിട്ട് വേണ്ട അള്ളാഹിന്റെ പെട്ടി ഫുള്ളാവാൻ. ഇപ്പൊ ഞമ്മലും വിചാരിച്ചിട്ട് അങ്ങനെ അള്ളാഹ് ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ് എന്താവും? അള്ളാഹ്ക്ക് ഒരു കുന്താവാനില്ല. ഞങ്ങൾ നിസ്കരിക്കുന്നതിന്റെ ഗുണവും ഗുണക്കേടെല്ലാം നമുക്ക് തന്നെയാണ്. അത് ഒരു ഇത്തിരി കുറഞ്ഞാലും വിഷയമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുബഹി നിസ്കരിച്ചില്ലെങ്കിലും മോശമില്ല എന്നല്ല. അല്ലെങ്കിൽ മനുഷ്യന്മാർ പല അർത്ഥം വെച്ചിട്ട് കൊണ്ടുപോകും. നാളെ ഞമ്മ കൂടും കൂടെ കുറേ നിസ്കാരം വേണം എന്ന നിർബന്ധം ഉണ്ടായിനെങ്കിൽ അള്ളാഹ്ക്ക് ആദ്യം തന്ന 50 നേരം തന്നെ ഫിക്സ് ആക്കായിരുന്നല്ലോ അല്ലേ? അള്ളാഹ് എത്ര കുറച്ച് പിന്നെയും കുറച്ച് 5 കുറച്ച്. ഒരു വേള ഹബീബുനാ റസൂലുള്ളാഹി പിന്നെയും പോയിനെങ്കിൽ മൂസാ നബിന്റെ വാക്ക് കേട്ട്, ശുപാർശ കേട്ട്, റെക്കമെൻഡേഷൻ കേട്ട് മുസ്തഫായ റസൂലുള്ള പിന്നെയും അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ അല്ലാഹു പിന്നെയും കുറച്ചേനെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ? മൂസാ നബി പിന്നെയും പോകാൻ പറഞ്ഞപ്പോ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, ഇല്ല മൂസാ, ഇനി ഞാൻ പോന്നില്ല. എനിക്ക് നാണമാവുന്നു, ചങ്കിയാവുന്നു, ലജ്ജയാവുന്നു. എന്റെ റബ്ബ് പോയപ്പം ചോദിച്ചപ്പം നല്ലോണം കുറച്ച് തന്ന, ഇനിയും ഇങ്ങനെ പോയിട്ട് പിന്നെയും കുറക്കോ എന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, ലജ്ജയുണ്ട്. ഇൻ കേസ് ഒരു വേള ഹബീബായ നബി തങ്ങൾ പിന്നെയും പോയിനെങ്കിൽ കുറച്ചേനെ. ഞാൻ ഇത് പറഞ്ഞതിനറിയാ, അള്ളാഹ്ക്ക് അങ്ങനെ 50 തന്നെ പോണോ 100 തന്നെ പോണോ നിർബന്ധമൊന്നും ഇല്ല. 5 മോശമില്ല. അത് നല്ല മൊഞ്ച് പോലാണ്. മനസ്സിലാ നിങ്ങൾക്ക്? 5 മോശമില്ല, അത് നല്ല മൊഞ്ചായിട്ട് പോണം. ഖൈറുൽ അഅ്മാലി ഔസതുഹാ വ അദ്വമുഹാ വഇൻ ഖല്ല. മുസ്തഫായ റസൂലുള്ളാഹി അത് നല്ല ചേലാണ്, ചെമ്പാപ്പ് പോലാണ്. എങ്ങനെങ്കിലും കുത്തിമറിയേണ്ടതല്ല. അങ്ങനെ അള്ളാഹ്ക്ക് നല്ലോണം നോമ്പ് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ കൊല്ലം മുഴുവനും നോമ്പായി കഴിഞ്ഞല്ലോ. അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഞമ്മ പിടിക്കേണ്ടത് തന്നെ അല്ലേ? നിങ്ങൾ എന്ത് കുറച്ച് തലല്ല ആട്ടിക്കോളിയാവല്ലേ? നീ ഊതിപ്പിടിച്ച ബലൂന് പോലെ ടൈറ്റ് പിടിച്ച് നിൽക്കണ്ട. എൻ്റെ കൂടെ തന്നെ പോണം. വായ് വളർന്ന് കേൾക്കാൻ ഇത് ഉപേന്ദ്രന്റെ പാട്ടൊന്നുമല്ല. ഇത് വയലെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞങ്ങൾ ഒന്നാണിപ്പോൾ. നിങ്ങൾ ഏതോ അന്യരല്ല. നിങ്ങൾ ഇനി റീപ്ലൈ തരണം. നിങ്ങൾ ഇനി നാളെ പ്രാക്ടിക്കലാക്കണം. ഇത് എനിക്കും ഉപകാരപ്പെടണം. ഞാനും നിങ്ങളും ഒന്നാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അത് അപ്പുറം ഇപ്പുറം കൈമാറുന്നതാണ്. അപ്പം നിങ്ങൾ ഏതോ ലോകത്തിങ്ങനെ എന്തോ ആലോചിച്ച് കടവും കാര്യവും ലോണും ഇന്റർലോക്കും മോളെ കല്യാണവും ഷുഗറും പ്രഷറും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാല്യൂ ഇത് നടക്കാൻ ഇങ്ങൻ്റെ കൂടെ തന്നെ വേണം കുറച്ച് നേരം. ഇത്ര നേരം രാവിലെ ഓടിയതല്ലേ ഈ 8:30 മണി വരെ ദുനിയാവിന് വേണ്ടിയിട്ട്, ഷുഗറിന് പ്രഷറിന് അല്ലേ, മീനിന് ഇറച്ചിക്ക്, ഫോണിന് ലോണിന്, ഇന്റർലോക്കിന് മാർബിളിന്, അമ്മായിക്ക് പെങ്ങക്ക് മക്കൾക്ക്,
എല്ലാ കളിക്ക്, കാര്യത്തിന്, തമാശക്ക്, ആശുപത്രിക്ക്, ബംഗ്ലാവിലേക്ക്, ഹാളിലേക്ക്, മംഗളത്തിന്, മൈലാഞ്ചിക്ക്, മരിച്ചിടത്തേക്ക്, എല്ലാത്തിനും നമ്മൾ ഈ സമയം വരെ പോയി. രാവിലെ ഉറക്കമുണർന്നത് മുതൽ ഈ പരിപാടി തുടങ്ങി 8-8:30 മണി വരെ, അല്ലെങ്കിൽ 9 മണി വരെ. പൊന്നു മുസ്ലിമേ, ഇനി ഒരു ഇത്തിരി നേരം, ഒരു കുറച്ചു നേരം അല്ലാഹ്ക്കായിക്കോട്ടെ. ഇതിന്റെ ഇടയിൽ വേറെ ചിന്ത വേണ്ട, വേറെ ആലോചന വേണ്ട. ഇത് ഇൽമിന്റെ മജ്ലിസാണെന്ന ബോധത്തോടെ, മലായികത്തീങ്ങളെ ഇടയിലാണെന്ന ബോധത്തോടെ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്, അമലാണ് ഞാൻ ചെയ്യണത് എന്ന ബോധത്തോടെ, അളവറ്റ കൂലിയുണ്ട് എന്ന ചിന്തയോടെ, പടച്ച റബ്ബിന്റെ ഭാരമായ വലിയ പ്രതീക്ഷയോടെ നല്ല പോലെ ഇരുന്നോളൂ. നിങ്ങൾ വയല് കുറച്ച് കേട്ടാലും പ്രശ്നമല്ല, നല്ല അതുപോലെ കേട്ടോളണം. അള്ളാഹ്ക്ക് നല്ലോണം നോമ്പ് പോകണമെന്നുണ്ടായിനെങ്കിൽ ഏറ്റവും ചുരുക്കത്തിൽ ഒരു 6 മാസമെങ്കിലും നോമ്പാക്കലേന ആക്കലേന. അങ്ങനെ അള്ളാഹ്ക്ക് നിർബന്ധമില്ല, 1 മാസം മതിയെന്ന്. ഹജ്ജ് ചെയ്തിട്ട് പോകണമെന്നുണ്ടായിനെങ്കിൽ നിങ്ങൾ ഇവിടെ ഊട്ടിക്കും കൊടൈക്കനാൽക്കും പോയ പോലെ ഗടി മക്കത്തേക്ക് പോകണമെന്നുള്ള പറയലേന. പറഞ്ഞ നിങ്ങ പറഞ്ഞ ഇല്ല, എന്റെ അങ്ങനെ പോകണമെന്നില്ല എന്ന് ആവതുണ്ടെങ്കിൽ നീയത്തൊക്കെ ശരിയുണ്ട്, കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ട്, ശരീരത്തിന് ആവതുണ്ട്, കയ്യിൽ കാശുണ്ട്, വഴിയെല്ലാം ക്ലിയർ ആണെങ്കിൽ ഒരു വട്ടം ചെയ്തിട്ട് വാ. കണ്ട അതിന്റെ അർത്ഥം എന്ത്? ഇബാദത്തിന്റെ അമലിന്റെ കൊട്ടക്കണക്കിനൊന്നും വേണ്ട. ആ പറഞ്ഞത് നല്ല ചേല് പോലെ ചെയ്താൽ മതി. പക്ഷേ കണക്കിലേറെ ധാരാളമായി നല്ലോണം വേണ്ടത് അദബാണ്, ബഹുമാനമാണ്. കാദൽ അദബു അയ്യകൂന സുലുസൈദിനി. അദബില്ലെങ്കിൽ അമലില്ല, അതമില്ലെങ്കിൽ ഈമാനില്ല, അതമില്ലെങ്കിൽ ഇസ്ലാമില്ല, അതമില്ലെങ്കിൽ ഒന്നുമേ ഇല്ല. 2 തെറ്റ് ചെയ്യലുകൊണ്ട് മനുഷ്യൻ ചെയ്ത സകല അമലുകളെയും സകല സൽക്കർമ്മങ്ങളെയും, ഹജ്ജാവട്ടെ, ദാനധർമ്മമാവട്ടെ, പറഞ്ഞ വയലാവട്ടെ, കേട്ട വയലാവട്ടെ, ഏത് അമലായാലും 2 തെറ്റ് ചെയ്യലുകൊണ്ട് ആ ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹ് പൊളിച്ചു കളയുന്നതാണ്, നിഷ്ഫലമാക്കി കളയുന്നതാണ്. ഏതറിയുമോ ആ ഗുരുതരമായ 2 തെറ്റ്? ചെയ്തു പോയ എല്ലാ അമലുകളെയും പൊളിച്ചു കളയുന്ന, ചെയ്തു പോയ സകല ഇബാദത്തുകളെയും നിഷ്ഫലമാക്കി കളയുന്ന 2 തെറ്റ് ഏതറിയുമോ? അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കല. അല്ലാഹുവിന്റെ സിഫത്തുകളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും വേറെ ഒരാൾക്ക് ചേർത്ത് കൊടുക്കല. അല്ലാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കല. അങ്ങനെ വിശ്വസിച്ചു പോയാൽ നിന്റെ ഓത്തും വെയ്ത്തും, നിന്റെ ഹജ്ജും ഉംറയും, നിന്റെ വയലും പഠിപ്പും പഠിക്കലും എല്ലാം പൊളിഞ്ഞുപോയി. 2ാമത്തെ തെറ്റേതറിയുമോ? അദബ് കേട്. എന്താണ് മോനെ? അല്ല വെച്ചോട്ട് പ്രശ്നമല്ല. എന്തത്? അതിന്റെ മട്ടം പോലെ അവർക്ക് ചെയ്യണം. അല്ലാഹു തആല അവർക്കൊക്കെ സന്തോഷം നൽകട്ടെ. നമ്മളെ വോളണ്ടിയർമാർ, നമ്മളെ ബാല്യക്കാർ, നമ്മളെ ഈ സലാത്ത് കമ്മിറ്റിയുടെ അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ മെമ്പർമാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, അതിൻ്റെ പ്രവർത്തകന്മാർ, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ ചെറുപ്പക്കാർ, ബാല്യക്കാർ, അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അതും അതോടുകൂടി ആവണം. കൂറ്റും കൗജാക്കിയിട്ട് അങ്ങോട്ടും പാഞ്ഞ് ഇങ്ങോട്ടും പാഞ്ഞ് തോന്നിയപ്പം വന്ന് പിന്നെയും പാഞ്ഞ് അത് നടക്കാല. കാരണം ഇത് വാർഷിക സമ്മേളനമല്ല, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. അപ്പം നീറ്റായിട്ട് വരാം, അല്ല അതുപോലെ വരണ്ട ഞങ്ങൾ പറയുന്നില്ല. എന്തുണ്ടെങ്കിലും ഇവിടെയും വരാം, അവിടെ വരെ അല്ല ഇവിടെ വരെ വരാം. പക്ഷെ ഗടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ട, അതൊരു അസ്വസ്ഥതയാണ്. പിന്നെ ഇതിങ്ങനെ കുറച്ച് നേരമല്ലേ ഉള്ളൂ, സമയം പോയി, സമയം തീർന്ന് 10 അതിനൊരു 3/4 മണിക്കൂറും കൂടി ആയാൽ തങ്ങ വരാനായി അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കട്ടെ. ഞങ്ങൾ ആയുസ് കുറഞ്ഞെന്ന് വേഗം പോവാനായി, അടക്കെത്താനായി. അല്ലാഹ് കണക്കാക്കിയ ആയുസിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ പിന്നെയും മൈനസായി, ലെസ്സായി. അക്കാണുന്ന പള്ളിപ്പറമ്പിലേക്ക് ഞാനും നിങ്ങളും അടുക്കാരായി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പള്ളികളോട്, മദ്രസകളോട്, ദീനിന്റെ ഷിആറുകളായിട്ട് എന്തെല്ലാം ഉണ്ടോ അവകൾ മുഴുവനത്തിനോടും
അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളാകുന്ന ഷിആറുകളാകുന്ന നിശാനുകളാകുന്ന സകല സംഗതികളോടും, ഫോർ എക്സാമ്പിൾ വാലിന്റെ മജ്ലിസ്, ആലിമീങ്ങള്, തങ്ങന്മാര്, നേതാക്കള്, വയസ്സന്മാര്, ജന്മം നൽകിയ ഉമ്മമാര്, ബാപ്പമാര്, അല്ലാഹുവിന്റെ പള്ളികള്, മദ്രസകള്, മഹാന്മാര് കിടക്കുന്ന മക്കാമുകള്, മസാറുകള്, ഇതുപോലെയുള്ള നല്ല നല്ല കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഇൽമിന്റെ മജ്ലിസുകള്, അതിനോടൊക്കെ നല്ല ബഹുമാനം വേണോ? ചെയ്തു പോയ ഞങ്ങളെ അമലുകൾ മുഴുവനും അല്ല പൊളിച്ചു കളയുന്ന രണ്ടാമത്തെ തെറ്റ് ബഹുമാനക്കേടാണ്, അദബുകേടാണ്, കുരുത്തക്കേടാണ്, അച്ചടക്കലംഘനമാണ്. അതല്ല പൊറുക്കില്ലോ. സഹാബത്തേ, നിങ്ങൾ നബിതങ്ങളെ മുമ്പിൽ ഉച്ചത്തിൽ മിണ്ടരുത്, സംസാരിക്കരുത്. ഹബീബായ നബിതങ്ങളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഉറക്കെ വിഷയം പറയരുത്. വലാ തജഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബാല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കും പോലെ, വിഷയം പറയും പോലെ, എടാ ബോടാ അളിയാ ഗുളിയാ ബ്രോ അളിയാ എന്നൊക്കെ പറയും പോലെ ഹബീബായ നബിതങ്ങളെ അഭിസംബോധനം ചെയ്യരുത്. അങ്ങനെങ്ങാനും അതറില്ലാതെ പെരുമാറിയാൽ, ബഹുമാനമില്ലാതെ പെരുമാറിയാൽ, ഏറെ ആദരിക്കപ്പെടേണ്ട റസൂലുള്ളാഹിയോട് നിങ്ങളെ ആദരവില്ലാതെ വർത്തിച്ചാൽ അൻതഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളെയും അല്ല പൊളിച്ചു കളയോ, അല്ല നിഷ്ഫലമാക്കി കളയോ. ആ അമലുകളെ അല്ലാഹു ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയോ. അതുകൊണ്ട് അതബ് നല്ലോണം വേണം. നിങ്ങൾ നോക്കൂ സഹാബത്ത്, ഞാൻ പറഞ്ഞതിനറിഞ്ഞ വയല് കേൾക്കണോ, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കണോ, വയല് കേൾക്കണോ, കുറച്ചു നേരെങ്കിലും ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പരന്ന് വന്നിട്ട് പുറത്ത് കമ്പൗണ്ടിന്റെ പുറത്തിരുന്നിട്ട് വയല് കേൾക്കുന്നെങ്കിൽ അവർക്കുള്ള ഏറ്റവും നല്ല അതബ് ഇവിടെ വന്നിട്ടിരുന്ന് കേൾക്കലാണ്. വയല് കേൾക്കണോന്ന് വിചാരിച്ചിട്ട് ഈടെ വന്നിട്ട് കമ്പൗണ്ടിന്റെ പുറത്തിരുന്നിട്ട് വയല് കേൾക്കുന്നെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അതബിന്റെ മാർഗം ഇൽമിന്റെ മജ്ലിസിൽ വരില്ല. അല്ലാണ്ട് കോട്ടിക്കുളം ഫുള്ള് ഇൽമിന്റെ മജ്ലിസ് അല്ല ഇപ്പോ. എന്തായി, സൗണ്ടെല്ലാം ക്ലിയർ അല്ലേ? മാഷാ അല്ലാഹ്, നല്ല സൗണ്ട്. അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ, അവരധ്വാനം അല്ലാഹു കബൂലാക്കട്ടെ. അവർ ആമീൻ ചെല്ലല്ലേ, ഞങ്ങൾ ആമീൻ ചെല്ലുന്നുണ്ട്. എന്തായി? ആ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുണ്ടിക്കൊണ്ടിരിക്കുമല്ലോ കുറച്ച് വിശ്വാസം പോലെ, എന്തോ എൻ്റെ ഇതെന്തോ തെറ്റിയോ, എന്താ ഇവിടെ മിസ്സായ തോന്നല് മനസ്സിന്, എന്താണെന്നറിയില്ല. പിന്നെ പോകുമ്പോൾ ഉസ്താദിനെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കാൻ ശരിയാവും. അങ്ങനത്തെ ഒരു തോന്നൽ സായിദ് ഉസ്താദൊക്കെ ഉണ്ട്. ഞാൻ ഏറെ ആദരിക്കുന്ന ഒരാളാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഇലാഹി പ്രസ്ഥാനത്തിന്റെ മഹാനരായ മുഷാവർ അംഗം, പ്രഗൽഭ പണ്ഡിതനും സൂഫിവര്യനും, ദക്ഷിണ കന്നഡ ജില്ലയിലെ പ്രമുഖ ഖാദിയും, ദാറുന്നൂർ കാശിപട്ന കോളേജിന്റെ സ്ഥാപകനും അതിന്റെ പ്രിൻസിപ്പളും എല്ലാമായിട്ടുള്ള വന്യരായ ശൈഖുന ത്വാഖ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും പൂർണ്ണ ശിഫ നൽകി നല്ല ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഈ ഉമ്മത്തിന് ഒരുപാട് കാലം തണലേകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ചെല്ലുന്ന ബാക്കാണെന്ന് തോന്നില്ലേ? എനിക്ക് എൻ്റെ വയല് ഇഷ്ടപ്പെട്ടോളന്നില്ല, എന്നാലും ഞാൻ ഉള്ളത് ചൊല്ലിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും ചെല്ലേണ്ടിയതിനെ പറയേണ്ടതിനെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും, അടുത്ത കൊല്ലം വിളിച്ചെങ്കും വിളിച്ചില്ലെങ്കിലും, വയ്യ പോകുമ്പോൾ എനക്ക് തരേണ്ട 25,000 ഉറുപ്പിക്കുന്ന 500 ഉറുപ്പ കുറച്ചാലും കുറച്ചില്ലെങ്കിലും. അവിടെ ലൈവ് എടാ, ലൈവിൻ്റെ അതിന് കട്ടാക്കിറോ, നാളെ വരും ഏതോ ഒരു കുരിപ്പതിനെടുത്തോണ്ട് ഇയാൾ 25,000 ഉറുപ്പ കേട്ടെന്ന് അറിഞ്ഞിട്ട്. അല്ലാഹു നിനക്ക് ഖൈർ ചെയ്യട്ടെ. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ എന്നെക്കാളേറെ ക്ഷീണവും ചടുപ്പും നിങ്ങൾക്കുണ്ടാവും. കാരണം എന്തറിയോ, ഞങ്ങളിവിടെ പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു, ഞങ്ങളിവിടെ അനങ്ങുന്നു, അപ്പം ഞങ്ങൾക്ക് ക്ഷീണം തോന്നുകയല്ല. അതേസമയത്ത് മിണ്ടാണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെക്കാളേറെ ക്ഷീണം ഉണ്ടാവും. ഹലോ സാർ, അപ്പം അതിനൊരു ഒരു ഉന്മേഷം ഉണ്ടായിക്കോട്ടെ. ഞാൻ തമാശ പറഞ്ഞാണ്. നിങ്ങൾ എന്താക്കണ്ട, 500 കുറക്കണമെന്നില്ല, അങ്ങനെ വെച്ചോ. ഏതോട്ട് അല്ലാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം അതും നല്ലോണം പോകണം. നിങ്ങളൊക്കെ ആമീൻ നല്ലോണം ചൊല്ലണം.
നിങ്ങൾ ആമീൻ ചെല്ലാണ്ടിരിക്കുമ്പോ സന്തോഷിക്കുന്നത് ആരറിയോ? ആര്? നിങ്ങൾ ആമീൻ ചെല്ലാണ്ടിരിക്കുമ്പോ, നിങ്ങൾ ദുആക്ക് ആമീൻ പറയാതിരിക്കുമ്പോ, ആമീൻ ചെല്ലാതെ നിങ്ങൾ എണീറ്റ് പോകുമ്പോ, നിങ്ങൾ ആമീൻ ചെല്ലുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ദുആരക്കാതെ പോകുമ്പോ സന്തോഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ജൂതന്മാര്. ഇന്നൽ യഹൂദ ഖൗമു ഹസദിൻ മുസ്തഫായ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ജൂതന്മാർ ഹസദിന്റെ നെഞ്ചിന്റെ പിന്നെ കേടുവെക്കുന്ന മനുഷ്യരാണ്. അവർക്ക് നല്ലോണം പകയുണ്ട് ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തോട്, പ്രവാചകന്മാരോട്, നല്ലവരായ അല്ലാഹുവിന്റെ അടിമകളോട് തീർത്താൽ തീരാത്ത പക വെച്ച് നടക്കുന്നവരാണ്, ഹസദ് വെച്ച് നടക്കുന്നവരാണ് ജൂതന്മാർ. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത കൗമാണവരാ. ലോകത്ത് വന്ന 1.25 ലക്ഷത്തോളം നബിമാരിൽ ഏകദേശം 1 ലക്ഷത്തോളം നബിമാരും വന്നത്, അയക്കപ്പെട്ടത് ജൂതന്മാരിലേക്കാണ്. അവരിലേക്ക് അയക്കപ്പെട്ട ഏകദേശം നബിമാരെയും അവർ നിഷ്ഠൂരം കൊന്നുകളഞ്ഞു. ലോകം കണ്ടതിൽ വെച്ച് തീരെ കണ്ണിൽ ചോരയില്ലാത്ത, കൃപയില്ലാത്ത, അനുകമ്പയില്ലാത്ത ഒരേ ഒരു വിഭാഗം അത് ജൂതന്മാരാണ്. അതറിയാൻ, അത് തിരിയാൻ, അത് മനസ്സിലാകാൻ കൂടുതൽ ആയത്തും അതീതും ഇന്നോതേണ്ടതില്ലല്ലോ. കാണുന്നില്ലേ ഫലസ്തീനിന്റെ മക്കള് ഇപ്പോഴും കൂടി റമദാനിലുമല്ലാത്തപ്പോഴും യുദ്ധവിരാമത്തിന് ഉടമ്പടി ചെയ്തിട്ട് എല്ലാം ഉറപ്പിച്ച നേരത്തെ പോലും അത് മുഴുവനും ലംഘിച്ചിട്ട് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. എല്ലാം അവർ അങ്ങനെ തകർക്കുകയാണ്. അവരാണ് ജൂതന്മാർ. ആ ജൂതന്മാർ സന്തോഷിക്കുന്നവരേ ഒരു കാര്യം, നിങ്ങൾ ആമീൻ ചെല്ലാണ്ടിരിക്കുമ്പോ അതുകൊണ്ട് നല്ലോണം നിങ്ങൾ ആമീൻ പറയണേ. എന്റെ വക പറഞ്ഞല്ല, ഹബീബായ റസൂലുള്ള പറയുകയാ, നിങ്ങൾ ആമീൻ ധാരാളം പറയണോ. 2 കാര്യത്തിലാണ് ജൂതന്മാർക്ക് നിങ്ങളോട് വല്ലാത്ത വെറുപ്പ്. 2 കാര്യത്തില് നിങ്ങൾ 2 കാര്യം ചെയ്യുമ്പോ ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനോട് വല്ലാത്ത വെറുപ്പുണ്ട്. ഒന്ന് അലസ്സലാമി വഅല ആമീൻ. ഒന്ന് നിങ്ങൾ പരസ്പരം കാണുമ്പോ സലാം പറയുന്നുണ്ട്. ആ കാര്യത്തില് ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട സലാം പറയണ്ടേ? ഇങ്ങോട്ടൊക്കെ സലാം പറയണോ? അതിന് പാർട്ടിയും ഗ്രൂപ്പും ഒന്നും നോക്കാൻ നിൽക്കണ്ട, സന്ദർഭം നോക്കണം. കക്കൂസിലെല്ലാണെങ്കിൽ നീ ഇപ്പൊ സലാം പറയണം എന്ന് പറഞ്ഞിട്ട് പിറ്റാടെ ബാതിൽ കൂട്ടി സലാം എല്ലാം കണ്ട. അല്ല, ആരുള്ളില് ഞാൻ ഉപ്പ അസ്സലാമു അലൈക്കും എന്നാടെ ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സലാം എല്ലാം കാണാം. ഉണ്ണു നേരത്തെ ചെല്ലണ്ട, ഉറങ്ങുന്ന നേരത്തെ ചെല്ലണ്ട, ഉറങ്ങിയവനെ വിളിച്ചിട്ട് ചെല്ലണ്ട. അതുപോലെ തന്നെ കക്കൂസിനും മറ്റൊക്കെ ഇരിക്കുമ്പോൾ ശാരീരികമായി അയാൾ മലിനവുമായി ബന്ധപ്പെടുന്നു. അയാൾ ബിദഅത്തുമായി ഏർപ്പെടുന്ന സമയത്ത് അയാൾ ആന്തരികമായി ആത്മീയമായി ബന്ധപ്പെടുന്നു മാലിന്യത്തില്. അവർക്കും സലാം ചെല്ലണ്ട. എല്ലാ സന്ദർഭത്തിലും സന്ദർഭം നോക്കിയാൽ മതി, പക്ഷെ ധാരാളം ചെല്ലണം. ചെല്ലേണ്ടവരോട്, അനുവദിക്കപ്പെട്ടവരോട്, പറയണമെന്ന് പറയപ്പെട്ടിട്ടുള്ളവരോട് ധാരാളം ചൊല്ലിക്കോ. അഫ്ശുസ്സലാം, ധാരാളം ചൊല്ലണം സലാം. കാണുമ്പോ, പരസ്പരം കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതാണ് ആ പ്രാർത്ഥന. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുആയാണ്, ഏറ്റവും വലിയ ദിക്റാണ്, ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. സന്ദർഭമില്ലാതെ ഏത് സമയത്തേക്കും ഏത് അവസരത്തിലും ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ അഭിവാദന വാചകമാണ്. അതുപോലത്തെ ഒരു അഭിവാദന വാചക, അതുപോലത്തെ ഒരു ബഹുമാന വാചക വേറൊരു മതത്തിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല. അസ്സലാമു അലൈക്കും എല്ലാവരോടും പറയണ്ടേ? എല്ലാവരോടും പറയണം. ഏറ്റവും കൂടുതൽ പറയണ്ടാർക്ക്? ഉമ്മാക്ക്, വാപ്പാക്ക്, കെട്ടിയോൾക്ക്, കുട്ടികൾക്ക് അല്ലേ? ഞമ്മ ഇന്നോളും ചെല്ലാത്തതാരോട്? ഓരോടന്നെ. നാട്ടിലെ ഉസ്താദ് അതിൽ കയറുന്നുണ്ട് സ്റ്റെപ്പ്, ഞാൻ അതിലെ വരുന്നുണ്ട് അതിന് ഹൈവേ. അപ്പൊ ഉസ്താദിന്റെ വെള്ള ഡ്രസ്സ് കണ്ടപ്പോ ഞാൻ ആടത് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് അസ്സലാമു അലൈക്കും അല്ലേ? വന്നത് ഉപ്പാന്റെ അടുത്തോന്. ഇന്നോളം ഉപ്പാക്ക് സലാം വലിയിട്ട് മംഗലം കഴിച്ചിട്ട് 8 കൊല്ലായി. ആ പൊണ്ടാട്ടിക്ക് ഇന്നോളം സലാം ഉണ്ടായി. ആ ടെലിപ്പ് എന്റെ വയല് കേട്ടിട്ട് ബാപ്പങ്ങാനും മോനങ്ങാനും ഉപ്പാക്ക് സലാം ചെല്ലിന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ തക്ദീറൻ മസലൻ. ഇനിയിപ്പോ നമ്മൾ വയല് കേട്ടിട്ട് പറക്കത്തിന്റെ ശേഷം മോന് ഉപ്പാനോക്കി ഉപ്പ അസ്സലാമു അലൈക്കും എന്തെങ്ങാനും പറഞ്ഞാല് ഉപ്പ അപ്പം പാട് വിളിച്ചു ചോദിക്കും, ഏയ് ഇല്ലെന്ന് മോന് എന്തേ എന്തേ
ഇത് ആദ്യം ചൊല്ലിട്ടാകുമ്പോ ഉപ്പ മോനെ ഭ്രാന്തനാക്കി. ഓനെന്തോ ലെവലില്ല. ഇനി ഉപ്പ ചൊല്ലിയാലും അങ്ങനെ, കാരണം അത് ആദ്യത്തില്ലല്ലോ, നടാടയല്ലേ, ഫസ്റ്റല്ലേ. അങ്ങനെയല്ല ഹബീബായ റസൂലുള്ള മദീനയിലേക്ക് ചെന്നപ്പോ, മദീന മണ്ണ് ആദ്യം കണ്ടപ്പോ, അൻസാരിങ്ങളായ മദീനയിലേക്ക് ആദ്യം എത്തിയപ്പോ ത്വലാൽ ബദറു അലൈനാ എന്ന പാട്ടും പാടിയിട്ട് ആ നാട്ടുകാർ ഹബീബായ നബി തങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് മദീനയുടെ ബോർഡറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് ആദ്യം ഉപദേശിച്ച ഉപദേശം അഫ്സുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലണോ. കാണുമ്പോ നിങ്ങൾ മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കണ്ട, സലാം പറഞ്ഞാ മടക്കാതിരിക്കണ്ട. അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ സലാം, അവന്റെ രക്ഷ, അവന്റെ കരുണകടാക്ഷം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇത് ധാരാളം വർദ്ധിപ്പിച്ചോ. ആദ്യമായി അവരെ കണ്ടപ്പോ ജില്ലത് അതാണ്. സ്വർഗവും നരകമല്ല അവരോട് പറഞ്ഞു കൊടുത്തിന്. നിസ്കാരത്തിന്റെ രൂപമല്ല, ഉളൂവിന്റെ ഫർളല്ല. അഫ്ഷുസ്സലാം, അഫ്ഷുസ്സലാം ഹബീബുനാ റസൂലുള്ളാഹ്. നമുക്ക് ചെന്ന ഏർപ്പാടേയില്ല. ജൂതന്മാർ ആഗ്രഹിക്കുന്നതോ തന്നെയാണ്, നമ്മളെ നിലപാടും അങ്ങനെയാണ്. ബ്രോ ഹായ് ഊയ് ടാറ്റ ബിർള അംബാനി എല്ലാം ഉണ്ട്. അസ്സലാമു അലൈക്കും ഇല്ല. വാട്സപ്പ് എടുത്തോക്ക് എത്ര ആളിട്ട് ഹായ് നോക്ക്. ഹായും ചെല്ലിന് 3 അക്ഷരം കൂട്ടിയ അസ്സലാമു അലൈക്കും ആയി. എത്ര ആൾ അസ്സലാമു അലൈക്കും ഹായ്. ഓൻ തിരിച്ചിങ്ങോട്ട് ഹൂയ്. രാവിലെ ഓള് മറ്റേ സ്കൂളിലെ വാനിൽ കയറുമ്പോ അല്ലെങ്കിൽ അവിടെ പോകുമ്പോ ടാറ്റ, ആ കുഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് ടീ. ചിരിക്കാൻ പറയാല്ല, നിങ്ങൾ ചിരിക്കുമ്പോൾ എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതന്നെയാണ് ഏർപ്പാട്. ടാറ്റ ബിർള സംസ്കാരം ഒന്നും നമ്മളതല്ല. നല്ലോണം അസ്സലാമു അലൈക്കും എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. ആ നല്ല സംസ്കാരം ഉമ്മ ബാപ്പയിൽ നിന്ന് മക്കൾ പഠിച്ചെടുക്കണം. അത് ഏത് സമയത്തും പറയാവുന്ന ദിക്റാണ്, ഏത് സമയത്തും പ്രാർത്ഥിക്കാവുന്ന ദുആയാണ്, ഏത് സമയത്തും ചൊല്ലാവുന്ന വാക്കാണ്. അതിന് ഒരു സന്ദർഭവും തടസ്സമാകുന്നില്ല. നിങ്ങൾ വേറെ അഭിവാദനം എടുത്തു നോക്കൂ. ഉദാഹരണത്തിന് ഗുഡ് നൈറ്റ്. ഇപ്പൊ ഗുഡ് നൈറ്റ് അല്ലേ രാത്രി അങ്ങനല്ലേ അല്ലേ അങ്ങനല്ലേ. ഗുഡ് നൈറ്റ്. എന്ത് ഗുഡ് നൈറ്റ് അർത്ഥം? നല്ല രാത്രി അല്ലേ. ഓക്കെ, നല്ല രാത്രി തന്നെ വെച്ചോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ കാർന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ കമ്മിറ്റിക്കാരോ നാട്ടുകാരോ നിങ്ങളോ ഉസ്താദ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. അതേ സമയത്ത് എൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നില്ല. ഉദാഹരണം, അയാൾ വരുമ്പോ അയാൾ ഓട്ടോറിക്ഷ പഞ്ചറായി. ഈ 8-8:30 മണി നേരത്ത് ഓട്ടോറിക്ഷ പഞ്ചറായത് ഒട്ടിക്കാൻ വേറെ അങ്ങാടിയില്ല, എല്ലാം മന്തായി. ഇനി കുറച്ച് അപ്പുറം പോയാൽ ഉണ്ട്, മീനാപ്പീസിലോ മറ്റാപ്പീസിന്റെ അടുത്തോ ഒന്നുണ്ട്. പക്ഷെ ആടെ വരെ എത്താൻ കുറച്ച് പ്രയാസം കൊണ്ട് പെട്രോളും ഇല്ല. ഏതായാലും ഉള്ള പെട്രോളിൽ ഇവിടെ വരെ എത്താലോ പറഞ്ഞിട്ട് ചെങ്ങ എങ്ങനെങ്കിലും ന്യൂട്രൽ അടിച്ചിട്ടും ഗേറിടാതെയും ക്ലച്ച് പിടിക്കാതെയും എങ്ങനെങ്കിലും ഊന്തിയിട്ടും പിടിച്ചിട്ടും എങ്ങനെങ്ങ് ആക്കിയിട്ട് ഇവിടെ എത്തി. ആകെ അല്ലേ ചൂട്, പൊരിഞ്ഞ ചൂട്, കത്തുന്ന ചൂട് അല്ലേ. അതിന്റെ ഇടയിൽ ടയർ പഞ്ചറും പോരാത്തതിന് പെട്രോളിന്റെ ലെസ്സും എല്ലാം കൂടി ചങ്ങയാകെ ക്ഷീണിച്ച് പരവശനായി ടെൻഷൻ അടിച്ച് ബേജാറായി ഇങ്ങനെ എത്തി. ആകെ വേർത്തൊലിച്ച് കക്ഷത്തിലും അവിടെ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് വേർപ്പ്. അപ്പൊ കൊണ്ട് ഞാൻ പോയിട്ട് ഹലോ അളിയ നൗഷാദ് ഗുഡ് നൈറ്റ്. അല്ല കാത്ത് ഓനങ്ങാനും അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലേ ആ പഞ്ചറായ ടയറിൽ വെക്കട്ടെ. ഓനാ ഗുഡ് നൈറ്റ്? ഓനെന്ത് നല്ല രാത്രി? ഓൻ വന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയോ? ഇത് ഇങ്ങനത്തെ നോക്കണോ? അങ്ങനല്ലേ ഓനത് പറയേണ്ടത്? ഓന്റെ ഓളങ്ങാനും പ്രസവവേദന എടുത്തിട്ട് ഓട്ടോറിക്ഷയിലുണ്ട്. ഇത്രയെല്ലാം പ്രയാസപ്പെട്ടിട്ട് എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുള്ള വേദന കൊണ്ട് പൊളിയുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ ടയർ പഞ്ചറ് അല്ലെങ്കിൽ മറ്റേ CNG ഗ്യാസില് പോയി തീർന്ന് അല്ലെങ്കിൽ പെട്രോൾ തീർന്ന് എങ്ങനാലും വിളിച്ച് ഫോൺ വിളിക്കാറുമ്പോ ഫോൺ സ്വിച്ച് ഓഫ്. ആകെ ബേജാറായിട്ടുണ്ട്. അപ്പൊ കിട്ടും ഞാൻ പോയിട്ട് ഹലോ നൗഷാ ഗുഡ് മോർണിംഗ് പെടപെടക്കുന്നതിൻ്റെ ഉള്ളിൽ വരുത്തി. അപ്പൊ കിട്ടും ഞാൻ നല്ല രാവിലെ, നല്ല ഉച്ച, നല്ല രാത്രി. ആർക്കും മോനെ ഒരിക്കലും അത് ഫിറ്റല്ല. ഞാൻ ആക്ഷേപിക്കുന്നില്ല, ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഏത് സന്ദർഭത്തിലും ഏതൊരാളോടും എപ്പോഴും പറയാൻ പറ്റുന്ന വാക്ക് അസ്സലാമു അലൈക്കും
അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പൊ തിരിച്ച് വഅലൈക്കുമുസ്സലാം, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അല്ലാഹുവിന്റെ രക്ഷ, അല്ലാഹുവിന്റെ സമാധാനം, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നിട്ടുള്ള കരുണാകടാക്ഷം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇത് എല്ലാവരോടും എപ്പോഴും പറയാൻ പറ്റുന്ന ദുആയാണ്. ഇത് നിങ്ങൾ അധികരിപ്പിക്കണോ? ഇത് പറയാതിരിക്കുമ്പോ ജൂതന്മാർക്ക് സന്തോഷമാണ്. ഇത് പറയുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുത്താൻ നിങ്ങൾ നോക്കണ്ട. രണ്ടാമത്തത് വഅലാമീൻ, ആമീൻ പറയുമ്പോഴും ജൂതന്മാർക്ക് വല്ലാത്ത വെറുപ്പാണ്. ഞങ്ങൾ ദ്വാരക്കുമ്പോഴൊക്കെ ദ്വാരക്കലുണ്ട്, ആമീൻ പറയലുണ്ട്, ഇല്ലേ ഇല്ലേ? ഈ ആമീനെ എങ്ങനെങ്കിലും ഇല്ലാണ്ടാക്കണം. അതിന് എല്ലാ പണിയെടുക്കുന്നവരാണ് ജൂതന്മാർ. ആര് പറയ്, ആര്? ജൂതന്മാർ. ഓർക്കും ഉണ്ടാവാനെ, ഇവർക്കും ഉണ്ടാ, എല്ലാവർക്കും ഉണ്ടല്ലേ? പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് വേണം, ഇങ്ങോട്ടൊക്കെ ഒരു മിനിറ്റ്. അവിടെ കൊടുത്തു എന്നെ നോക്ക്. മണി 10 ഒരു 10:30 മണിക്ക് ശേഷം കൊടുത്താൽ മതി. അവിടെ കാരണം എന്താ അറിയോ, ഇപ്പൊ ഞാനും ഓറെല്ലാം നന്നായി തിന്നിട്ട് കുടിച്ചിട്ട് പൊക്കിളി പിരിഞ്ഞിട്ട് വന്നെയാണ്. അതൊരു ആവശ്യമുള്ള സമയത്ത് കിട്ടുമ്പോഴാണ് അതിന് വലിയ മധുരവും ടേസ്റ്റും. ഇപ്പൊ ഏതായാലും നീ തന്നന് കുടിക്കണമെന്നല്ലാതെ ആവശ്യം ഉണ്ടായിട്ട് ചിലപ്പോൾ കുടിച്ചോണമെന്നില്ല. വയ്യത് ആവശ്യം വരും. ഇരുന്നിട്ട് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ ഒരു 10-20 ആകുമ്പോൾ അല്ല ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയെങ്കിൽ ഇയാളാണെങ്കിൽ എണീക്കാൻ വിടുന്നുമില്ല. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുമ്പില്ല ഓറി അണക്ക് ദ്വാരം അങ്ങനെ കാട്ടി ഏറെ നിനക്ക് ദ്വാരക്കും ബേജാറുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. അതിന്റെ സംഘാടകർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതിന്റെ സംഘാടകർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആമീന് നല്ലോണം ചെല്ല്, നല്ലോണം ചെല്ല്, മടികൂട്ട ആമീൻ നേരെ പറയണോ. ചില മനുഷ്യന്മാർ പറയാതിരിക്കലാ നല്ലത്. എന്തറിയാ, ചില മനുഷ്യന്മാർ പറയാതിരിക്കലാ നല്ലത്. ആമീം ആമീം വായി കൂടരുത്. ആ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ വലിയവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ വയലും കാര്യങ്ങളൊക്കെ ഒരു കളിതമാശല്ലേ. നിങ്ങളെ മക്കളാണ്, നിങ്ങളെ അഞ്ചന്മാരാണ്, ഒന്ന് ശ്രദ്ധിക്കണം. അതവും കാര്യങ്ങളൊക്കെ അവരോട് നല്ലൊരു പാടെടുത്ത് കൊടുക്കണം. ജോറാക്കണ്ട, ചൂടാക്കണ്ട, ചൂടാവണ്ട, പറയണ്ട, സാവധാനത്തിൽ. അവർക്കറിയില്ല, അവർക്ക് ഗൗരവം അറിയില്ല. തെറ്റില്ല, അവർ അങ്ങനെ ആ കളിക്കുന്നതിൽ തെറ്റില്ല. എന്നാലും അതിൻ്റെ ഒരു കനം കുറയാൻ പാടില്ല. ആമീൻ അലിഫ് മീം യാ നൂന് നൂന് നൂന്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവസാനം, ഇപ്പം മലയാള അറബിയിൽ നൂന് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുക്കാൻ അറിയാല. കാരണം ഇംഗ്ലീഷ് മീഡിയം മദ്രസ 3-ാം ക്ലാസ് ഗയ ചല ഗയ. പിന്നെ ഓനെന്ത് നൂന്, ഓന് നൂനും അറിയാല മീമും അറിയാല. ഓനോട് എം എൻ സെഡ് തന്നെ പറയണം. അപ്പൊ അവസാനത്തെ അക്ഷരം എന്ത്? എന്ന്. എന്ന് പറയുമ്പോ ബായി കൂടാനേ പാടില്ല. ഒന്ന് പറഞ്ഞു നോക്കി. ആമീൻ കൂടുന്നുണ്ട? കൂടരുത്. കൂടിയ അർത്ഥം മാറി, അർത്ഥം മാറി. കൂടരുത്. ആമീൻ ആമീൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അത് വലിയ ദുആയാണ്, അത് വലിയ പ്രാർത്ഥനയാണ്, വിശാല അർത്ഥമുള്ള വാക്കാണ്. മഹാന്മാർ പറഞ്ഞു, മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, ആ 4 അക്ഷരമില്ലേ, ഉമ്മ കേട്ടോ പെങ്ങള് കേട്ടോ, ആമീൻ എന്ന് പറയപ്പെടുന്ന ആ സമയത്തുള്ള 4 അക്ഷരം 4 കിതാബുകളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. ഖുർആനിൽ നിന്ന്, തൗറാത്തിൽ നിന്ന്, ഇഞ്ചീലിൽ നിന്ന്, സബൂറിൽ നിന്ന്, 4 വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട വാക്കാണ് ആമീൻ. ഐ ഇസ്തജിബ് യാ അല്ലാഹ്, പടച്ചോനെ നീ ഉത്തരം ചെയ്യല്ലാ. അതാണ് അതിന്റെ അർത്ഥം. അത് നല്ല മനസാന്നിധ്യത്തോടെ പറയണോ, നല്ല റാഹത്തോടെ പറയണോ, ഖൽബ് നിറഞ്ഞു പറയണോ, അത് ധാരാളം പറയണോ. അത് പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കണ്ട. കാരണം അത് പറയിപ്പിക്കാതിരിക്കാനാണ് ജൂതന്മാർ ശ്രമിക്കുന്നത്. നിങ്ങൾ പറയാതിരിക്കലാണ് ജൂതന്മാർക്ക് ഇഷ്ടം. നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് അവർക്ക് നിങ്ങളോട് വല്ലാത്ത വെറുപ്പ്. അതുകൊണ്ട് ജൂതന്മാർ സുഖിപ്പിക്കാൻ നിൽക്കണ്ട, അവരെ ആളാവാൻ നിൽക്കണ്ട, അവരെ ചൊൽപ്പടിക്കാൻ നിൽക്കണ്ട, ബെഞ്ചമിൻ നെത്യുന്നോന്റെ അനുയായികളാകണ്ട. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ദുആരക്കുമ്പോഴെല്ലാം ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. പിന്നൊരു വിഷയമുണ്ട്, എന്തറിയാ, പിന്നൊരു വിഷയമുണ്ട്. ആമീൻ പറയണോ ദുആരക്കണോന്ന് പറയുന്നത് ഞങ്ങളെ ആമീൻ പറയലില്ല.
പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ആമീൻ പറയരുത്, ശിർക്ക്, ദ്വാരക്കരുത്, ബിദഅത്ത് എന്ന് പറയുന്ന കുറച്ച് പുതിയ മുസ്ലിമീങ്ങളും ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലുണ്ടാവാൻ അല്ലാഹ് കാക്കട്ടെ. നിസ്കാരത്തിന് ശേഷം ദ്വാരക്കരുത്, മഹാന്മാരുടെ ഖബറിന്റെ അവിടെ ദ്വാരക്കരുത്, കൂട്ടമായിട്ട് ദ്വാരക്കരുത്, നിസ്കാരത്തിന് ശേഷം ദ്വാരക്കരുത്, ഞങ്ങളുടെ ദ്വാരക്കരുത്, കൂട്ടമായിട്ട് ദ്വാരക്കരുത് എന്ന് പറഞ്ഞാൽ ഇമാമ ദ്വാരക്ക, മാമുമീങ്ങൾ ആമീൻ പറയാ, അത് പാടില്ല, അത് ശിർക്ക്, അത് ശിർക്ക്, അത് ബിദഅത്ത് എന്ന് പറയുന്ന ഈ ചങ്ങായിയോടൊന്ന് കേട്ടോക്കണം. പിന്നെ അങ്ങനെ ദ്വാരക്കണ്ടിയെന്ന് അപ്പൊ പറയും ഒറ്റക്കൊറ്റക്ക് ദ്വാരക്കണം. ആട്ടെ, നീ ഒറ്റക്ക് ദ്വാരുന്ന, നീ പൊടിയും തട്ടിട്ട് എണിച്ച് വാങ്ങല്ലേ? കൂട്ടായിട്ട് ദ്വാരക്കാൻ പാടില്ല, ശിർക്ക് പിർക്ക് ചെല്ലിയ ചങ്ങായി ഒറ്റക്ക് ദ്വാരുന്നാടെ ഇല്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഒറ്റക്ക് ദ്വാരക്കരുത്. ഇമാമും മാമൂമിങ്ങളുമായിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന നേരത്ത് മാമൂമിങ്ങളെ കൂട്ടാതെ ഇമാമ ദ്വാരക്കുകയാണെങ്കിൽ ഫഖദ് ഖാന, ആ ഇമാമ് പിരിച്ചുവിടപ്പെടേണ്ടവനാണ്, അവനെ വിശ്വസിക്കാൻ കൊള്ളല, അവൻ ചതിയനാണ്, വഞ്ചകനാണ്. അതുകൊണ്ട് മാമൂമിങ്ങളെ കൂട്ടാതെ റബ്ബന എന്ന് പറയാതെ, ആത്തിന എന്ന് പറയാതെ, റബ്ബന ഉഗ്ഫിർ ലനാ എന്ന് പറയാതെ, വർഹംനാ എന്ന് പറയാതെ, വഗ്ഫിർ ലി വർഹംനി എന്ന് പറയുന്നെങ്കിൽ, നിങ്ങളെ വിട്ടിട്ട് അയാൾ ദുആരക്കുന്നെങ്കിൽ അയാള് പറ്റല, അങ്ങനെ ദുആരക്കരുത്. അതിന്റെ അർത്ഥം എന്താ? ദ്വാരക്കണോ, നല്ലോണം ദ്വാരക്കണോ, ആമീൻ നല്ലോണം ചൊല്ലണോ. ആർക്കെങ്കിലും ആമീൻ ചൊല്ലാനുള്ള യോഗം, ഒരാൾക്ക് ദ്വാരക്കാനുള്ള യോഗം, ആമീൻ എന്നത് ദുആയാണ്. ആമീൻ എന്നത് ദുആയാണ്. ഖുർആൻ ശരീഫിൽ കാണാം, ഹാറൂൻ നബിയും മൂസാ നബിയും രണ്ടാളും ദുആരുന്നു, ഞങ്ങൾ രണ്ടാൾക്കും ഉത്തരം ചെയ്തു എന്ന്. സത്യത്തിൽ രണ്ടാളും ദുആരുന്നിട്ടില്ല, രണ്ടാളും ദുആരുന്നിട്ടില്ല. പിന്നെന്താ അല്ലാഹ് കളവ് പറഞ്ഞ? ഇല്ല, അല്ലാഹ് കളവ് പറഞ്ഞിട്ടുമില്ല. അവിടെ മൂസാ നബി ദുആരുന്നപ്പോ സഹോദരൻ ഹാറൂൻ നബി ആമീൻ പറഞ്ഞതാണ്. ഈ ആമീനെയും ചേർത്തിട്ടാണ് അല്ലാഹ് പറഞ്ഞ് രണ്ടാളും ദുആരുന്നു. അപ്പൊ ആമീനും ദുആയാണ്. അപ്പൊ ഒരാൾക്ക് ദുആരക്കാനുള്ള യോഗം, അതിനുള്ള സമയം, അതിനുള്ള സന്ദർഭം ഒരാൾക്ക് കിട്ടിയെങ്കിൽ, എപ്പോൾ ഒരാളെ ബായിൽ എപ്പോ നോക്കിയാലും ദുആ തന്നെ എങ്കിൽ മനസ്സിലായിക്കോ, അയാൾ ഇജാബത്തിന്റെ മനുഷ്യനാണ്, അയാൾ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന ആളാണ്, അയാൾ ദുആക്ക് ഉത്തരവുണ്ട്. പണ്ടത്തെ മനുഷ്യന്മാരിൽ അങ്ങനെ ഉണ്ടായി. പഴമക്കാരൊക്കെ അവരൊക്കെ കാണുമ്പോൾ എന്താ മോൻ്റെ പേരെന്ത് കുഞ്ഞ്? എൻ്റെ പേര് ഹമീദ്. ആരെ മോന്? മുഹമ്മദ് ഹാജിന്റെ മോന്. ആയി കുഞ്ഞാട്ട്, അല്ല കാത്തോട്ട്, അല്ല സലാമത്താക്കട്ടെ, അല്ല ചന്തത്തിലാക്കട്ടെ, അല്ല റാഹത്താക്കട്ടെ. ഇങ്ങനെയായിരുന്നു അല്ലേ പഴയ കാലത്തൊക്കെ? മനുഷ്യന്മാരുടെ വായിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതുപോലെ ഇവിടെ എല്ലാവരും വായിൽ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നില്ലേ? ഞാൻ വെറുതെ ഇവിടെ ചോര തണ്ണിയാക്കിയിട്ട് നീരാക്കിയിട്ട് വേർത്തൊലിച്ച് ഇങ്ങനെ കൂക്കുന്നു മാത്രം. എല്ലാവരും കേൾക്കണം, കമ്മിറ്റിക്കാർ മിന്നെ കേൾക്കണം, സ്വാഗത സംഘക്കാർ മിന്നെ കേൾക്കണം, പൈസക്കാരും കേൾക്കണം, പാമരക്കാരും കേൾക്കണം, രാഷ്ട്രീയക്കാരും കേൾക്കണം, അല്ലാത്തവനും കേൾക്കണം. ഇൽമാണിത്. ഇത് വെറും ഒരു ഡ്രാമ അല്ല, ഇതൊരു നാടകമല്ല, ഇതൊരു സമയം കൊല്ലിയല്ല, ഇതൊരു കാട്ടിക്കൂട്ടൽ പരിപാടിയല്ല. ഇത് അല്ലാഹുവിന്റെ ഇൽമാണ്, നൂറാണ്. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖോ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസീ. മിനിങ്ങളെ കൂടെ ചേർന്നിരിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അതും നല്ലവരുടെ ചാരത്ത്, മഹാന്മാരുടെ ചാരത്ത്, സാദാത്യങ്ങളുടെ ചാരത്ത്, ശുഹദാക്കളുടെ ചാരത്ത്, ഔലിയാക്കളുടെ ചാരത്ത് ഇരിക്കാൻ കിട്ടുന്ന ഒരവസരം ചെറുതല്ല. എപ്പോഴും ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും നല്ലവരോടൊപ്പം ചേരാനാണ്, നല്ലവരോടൊപ്പം കൂടാനാണ്, നല്ലവരെ പിരിശം വെക്കാനാണ്, നല്ലവരെ ഫോളോ ചെയ്യാനാണ്, നല്ലവരെ പിന്നെ ഫോളോ അപ്പ് ചെയ്യാനാണ്. എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞല്ലോ, പൊന്നാര നബിയേ മത്തസഅതു യാ റസൂലല്ലാഹ്, അന്ത്യനാൾ എന്നാ നബിയേ, ലോകാവസാനം എപ്പോഴാണ്? ഈ ലോകത്തിന്റെ അവസാനം എന്നാണ്? ഈ പ്രപഞ്ചത്തിന്റെ നാശം എന്നാ നബിയേ എന്ന് ചോദിക്കപ്പെട്ട നേരം ഹബീബായ റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, മഅതദ്ദലഹാ, ഈ ലോകത്തിന്റെ അവസാനം എപ്പോഴായാലും എന്നായാലും അന്ന് നീ രക്ഷപ്പെടണ്ടേ, അന്ന് നീ കൈച്ചലാവണ്ടേ.
അന്ന് രക്ഷപ്പെടാനുള്ള എന്ത് കോപ്പാ നിന്റെ കയ്യിലുള്ള, എന്ത് ചേരുവകളാ നിന്റെ കയ്യിലുള്ള, അന്ന് രക്ഷപ്പെടാൻ എന്ത് ഇൻഗ്രീഡിയൻസാ നിന്റെ കയ്യിലുള്ള, എന്ത് അമലാ നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ച നേരത്ത് ആ സഹാബി പറഞ്ഞ മറുപടി, പൊന്നാര നബിയേ, എന്നിൽ ഒരുപാട് നിസ്കാരങ്ങളോ നോമ്പോ ഓത്തും ബൈത്തും ദിക്റുകളോ ഇല്ല. ഞാൻ കൂടുതൽ നിസ്കരിച്ചവനല്ല, കൂടുതൽ നോമ്പ് നോറ്റ നോമ്പുകാരനുമല്ല, കൂടുതൽ ഇബാദത്തുള്ള ആളല്ല. അതിന്റെ അർത്ഥം എന്ത്? അതിന്റെ അർത്ഥം എന്ത്? ഞങ്ങൾക്ക് കൂടുതൽ നിസ്കാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? നമ്മളെപ്പോലെ നിസ്കരിക്കാത്തവർ പണ്ടും ഉണ്ടായിരുന്ന അയാൾക്ക് വലിയ സമാധാനമായി ഇത് കേട്ടിട്ടാവോ, മാഷാ അല്ലാഹ് എന്നെ പോലത്തെ നിസ്കരിക്കാത്ത കുറെ ആളുണ്ട്. അങ്ങനെയല്ല, അതവരെ വിനയം കൊണ്ട് പറഞ്ഞാണ്. നമ്മളെ നിസ്കാരം എന്ത്? നമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്ക് ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവും അല്ലേ? ചില ആൾക്കാർ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് വന്നിന് ഇൻഷാ അല്ലാഹ് ഇനി ഒരു 1.5 മാസം കഴിഞ്ഞാൽ വലിയ പെരുന്നാളുണ്ടാവും. അവർ അങ്ങനല്ല, അവരത് വിനയം കൊണ്ട് പറഞ്ഞാണ്. വലം മുസല്ലി സിവാ ഫർലൻ വലം മസുമി. ഞങ്ങളങ്ങനെ കുറെ നിസ്കാരം നോമ്പും ഒത്തും ബൈത്തും ഉള്ളവരല്ല, ഇബാദത്തുള്ളവരല്ല എന്ന് പറഞ്ഞത് വിനയം കൊണ്ടാണ്, എളിമത്തരം കൊണ്ടാണ്, താഴ്മ കൊണ്ടാണ്. ഏതുവാകട്ടെ, ആ സഹാബി പറഞ്ഞു, നബിയെ, അന്ന് രക്ഷപ്പെടാൻ, ലോകം അവസാനിച്ചാൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് രക്ഷപ്പെടാൻ, ഭയാനഭയങ്കരമായ പരലോകത്ത് രക്ഷപ്പെടാൻ, അന്ത്യനാളിൽ രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ അമലില്ല നബിയേ, ഇബാദത്തില്ല നബിയേ, കുറെ നോമ്പും ഓത്തും ബൈത്തും ദാനധർമ്മങ്ങളൊന്നും എന്റെ കയ്യിലില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു ധൈര്യമുണ്ട്, എന്റെ കയ്യിൽ ഒരു സംഗതിയുണ്ട്. അതെന്തറിയുമോ നബിയേ? വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലഹു. നബിയെ, നിങ്ങളെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നു നബിയാ, അങ്ങയോട് എനിക്ക് വല്ലാതെ വിരിശമാ നബിയാ, അങ്ങയെ മറക്കാൻ കഴിയില്ല നബിയേ, അങ്ങയെ കാണാതിരിക്കാനാവുന്നില്ല നബിയാ, അങ്ങയോട് വല്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ആ സഹാബിയോട് റസൂലുള്ള പറഞ്ഞു, എന്നാൽ ലോകം അവസാനിച്ചാലും നീ ബേജാറാവണ്ട, പരലോകത്തും നീ വിഷമിക്കണ്ട. അന്ത മഅമൻ അഹ്ബബ്തു, നീ ആരെയാണോ ഫോളോ ചെയ്തത്, നീ ആരെയാണോ പിരിശം വെച്ചത്, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, നീ ആരെ കൂടെയാണോ കൂടിയത്, അവരെ കൂടെയാ നീ. എന്നെയാണോ പിരിശം വെച്ചത് എങ്കിൽ എന്റെ കൂടെ നീ നാളെ കഴിച്ചലാവും സ്വർഗത്തിലാ. സ്വാലിഹീങ്ങളെയാണോ പിരിശം വെച്ചത് എങ്കിൽ നീ സ്വർഗത്തിലാ. അതേ സമയത്ത് തെമ്മാടികളെയാണ്, ലഹരിക്കാരനെയാണ്, MDM വിൽക്കുന്നവന്റെ കൂടെയാണ് നിന്റെ കമ്പനിയെങ്കിലോ, അൽ മർഉ അലാ ദീനി ഖലീലി വഫീ റിവായത്തിൻ അൽ മർഉ മഅ മൻ അഹബ്ബ. നീ അവന്റെ കൂടെയാണ്. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിനക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടണോ? യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. നല്ലവരെ കൂടെ കൂടണോ, സ്വാലിഹീങ്ങളെ കൂടെ കൂടണോ, മഹാന്മാരോടൊപ്പം കൂടണോ, അവരെ നല്ലോണം പിരിശം വെക്കണോ, അവരോട് നല്ല അദബും കുരുത്തവും ആദരവും വേണോ, അവരെ നല്ലോണം സ്നേഹിക്കണോ, അവരെ കാൽപ്പാട് പിന്തുടരണോ. മഹാന്മാരെ പിരിശം വെച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എത്താവുന്നതിൻ്റെയും അപ്പുറം എത്താം. മഹാന്മാരെ പിരിശം വെച്ച് കഴിഞ്ഞാൽ, മഹാന്മാർ എന്ന് പറഞ്ഞാൽ ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള്, ബദരീങ്ങള്, മഹാന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, അവരൊക്കെയാണ് മഹാന്മാർ, അവരൊക്കെയാണ് സ്വാലിഹീങ്ങൾ, അവരൊക്കെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരൊക്കെയാണ് അല്ലാഹു ഇഷ്ടപ്പെടാൻ വേണ്ടി പറഞ്ഞ മഹാന്മാർ, മുത്തഖീങ്ങൾ, സ്വാദിഖീങ്ങൾ. അവരെങ്ങാനും പിരിശം വെച്ചു പോയാൽ ഞങ്ങൾക്ക് എത്തേണ്ടതിന്റെയും അപ്പുറം എത്താം. നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ഉണ്ടെന്ന് ഓതിയ സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്ത് ഓതിറ്റേ ഇല്ലേ? ഓതണല്ലോ, ഓതിറ്റേ ഓതണം. 12:58 വന്നിട്ട് നീ അങ്ങനെ ഓതും? നീ 12:58 പള്ളിക്ക് കയറിയത്, അതുവരെ സിറ്റ് ഔട്ടിലല്ലേ, അതുവരെ ഈടല്ലേ, മൊബൈൽ ചെല്ലുകയല്ലേ, അതുവരെ നീ അംബാനിന്റെ MP-ലല്ലേ, നീ അങ്ങനെ ആൾക്കാർ ഓതും? അല്ലെങ്കിൽ 12:58 ഓതേണ്ടിയത്. ഒഫിൽ ബുക്കൂരി ആവൂല, ഒഫിൽ ബുക്കൂരി ആവൂല, രാവിലെ തന്നെ ഓതല ഏറ്റവും കൂലി, ഏറ്റവും കൂടുതൽ കൂലി രാവിലെ ഓതനാണ്. ബയ്യ ഓതിയാലും മോശമില്ല, പക്ഷെ നീ ഓതിറ്റാലോ നമുക്കെന്ത് ഖുർആൻ?
നമുക്ക് അൽക്കാഫ് പോയിട്ട് വേറെ എന്തെങ്കിലും ഞാൻ മോദിയ നമുക്ക് യാസീൻ അറിയാം. സത്യം പറയട്ടെ, എല്ലാ ദിവസവും ഓതേണ്ട സൂറത്തുകളാണ് യാസീന്, ആയത്തുൽ കുർസി, മുഅവ്വിദത്തൈനി. ഇതൊക്കെ ഡെയിലി ഓതേണ്ട സൂറത്തുകളാണ്. എത്ര മനുഷ്യന്മാർ ഓതുന്നുണ്ട്? അൽക്കാഫ് സൂറത്ത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഓതണ്ടേ? ദജ്ജാലിന്റെ ഫിത്ന തടയപ്പെടാൻ, എല്ലാ നിലക്കുള്ള നാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഏതുവരെ? ആയുസ് നീട്ടിക്കിട്ടാൻ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച നിന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾക്ക് അമ്നുണ്ട്. ഒഫീ റിവായത്തിൻ, അയാൾ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ പൊറുക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? അടുത്ത വെള്ളിയാഴ്ച വരെ പാപം പൊറുക്കണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ജീവിക്കണ്ടേ? അപ്പൊ ആ ദീർഘായുസുണ്ട് എന്നാണ് മഹാന്മാർ വിശദീകരിച്ചത്. അല്ലെങ്കിലും ഖുർആൻ അതിനുള്ളതാണ്. ഖുർആൻ കേവലം കൂലി മാത്രമല്ല. ഖുർആൻ ഓതിയെങ്കിൽ ഒരക്ഷരത്തിന് 10 കൂലി, 2 അക്ഷരത്തിന് 20 കൂലി എന്ന കൂലി മാത്രമല്ല. ഖുർആൻ കേവലം ഫിലോസഫിക്കൽ ബുക്ക് മാത്രമല്ല, ഖുർആൻ എല്ലാമാണ്. ഖുർആനിൽ ശിഫയുണ്ട്, ഖുർആനിൽ ഗുണമുണ്ട്, ഖുർആനിൽ ഉപദേശമുണ്ട്, ഖുർആനിൽ പേടിപ്പിച്ചറിയിക്കലുണ്ട്, ഖുർആനിൽ ശമനമുണ്ട്, ഖുർആനിൽ ശാസ്ത്രമുണ്ട്, ഖുർആനിൽ എല്ലാമുണ്ട്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ നിങ്ങൾക്ക് 2 മരുന്നാണ്. അതിൽ 2 വിഭാഗത്തിന് നല്ല മരുന്ന് ആ ഖുർആന്. ശാരീരികമായ, സാമ്പത്തികമായ, കുടുംബപരമായ, വ്യക്തിപരമായ, ഭൗതികമായ, പാരിത്രികമായ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഖുർആൻ. ഖുർആൻ ഓതിയെങ്കിൽ നാളെ സ്വർഗം, ഖുർആൻ ഓതിയെങ്കിൽ ഖബറിൽ വെളിച്ചം, ഖുർആൻ ഓതിയെങ്കിൽ 10 കൂലി, ആയത്തുൽ കുർസി ഓതിയെങ്കിൽ സിറാത്ത് പാലം വിട്ടുകിടക്കൽ മാത്രമല്ല, ദുനിയാവിൽ പാമ്പ് കടിച്ചാൻ മന്ത്രിക്കാനും ഖുർആൻ ഫിറ്റാണ്. വയറുവേദനക്ക് ഓതിറ്റൂതാനും ഖുർആൻ ഫിറ്റാണ്. ബുഖാരിന്റെ തുടക്കത്തിലെ ഹദീസിലില്ലേ? ബുഖാരി ഷരീഫിന്റെ തുടക്കത്തിലേ ഉണ്ട്. സഹാബത്തുൽ കിറാം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് സഹാബികളോട് ചോദിച്ചു, അല്ല നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആളുണ്ടാ? സഹാബികൾ പറഞ്ഞുണ്ടല്ലോ. എന്തേ കാര്യം? എന്തുമില്ല, ഞങ്ങളെ നേതാവിനെ, ഞങ്ങളെ ലീഡറിനെ പാമ്പ് കടിച്ചിട്ടുണ്ട്, അയാൾക്ക് വിഷമേറ്റിട്ടുണ്ട്, അയാൾക്കൊന്ന് മന്ത്രിച്ചു ഊതണോന്ന്. സഹാബത്ത് ചെന്നു, മന്ത്രിച്ചു ഊതിയപ്പോ ഫഖദ് അഫാഖ, അയാളെ വിഷം മാറി, വിഷം ഇറങ്ങി, അയാൾക്ക് ബോധം തെളിഞ്ഞു. കറക്റ്റായി. പാമ്പിന്റെ ധ്വംസനമേറ്റ്, പാമ്പിന്റെ കടിയേറ്റ് ബോധം കെട്ട് കിടക്കുകയായിരുന്നു ആ മനുഷ്യൻ. കാന റഈസുൽ ഖബീല, അയാൾ അവരുടെ ലീഡറായിരുന്നു, ചെറിയ ആളല്ല. അയാളെയാണ് പാമ്പ് കൊത്തിയത്. ഭീകരമായ പാമ്പിന്റെ വിഷധ്വംസനമേറ്റ് കടിയേറ്റ് അയാള് ബോധം കെട്ടു. കുറച്ച് 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ കാറ്റ് പോവും. അയാൾ നിറം മങ്ങി, നിറം മാറി. അപ്പോഴാണ് സഹാബത്തിന് വിളിച്ചോണ്ട് പോകുന്നത്. സഹാബത്തുൽ കിറാം അവിടെ ചെന്നു, ഫാത്തിഹ ഓതിയിട്ട് ഊതുന്നു, ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹാന്റെ ബർക്കത്ത് കൊണ്ട് ആ മനുഷ്യൻ അല്ലാഹ് സുഖം കൊടുക്കുന്നു. അയാളെ വിഷമേറ്റത് ഇറങ്ങുന്നു, അയാൾക്ക് ബോധം തെളിയുന്നു. കണ്ടോ, ഖുർആൻ മന്ത്രിക്കാനുള്ളതാണ്. ഖുർആൻ പരല് മാത്രം ഓതാനുള്ളതല്ല, മരിച്ചെടുത്തും ഓതാനുള്ളതാണ്. മരണം ഹാളിറായവിടെയും മരിച്ചതിന്റെ ശേഷം അവിടെ വെച്ചു നിങ്ങൾ യാസീൻ ഓതുക എന്നാണ് ആ ഹദീസിന്റെ അർത്ഥമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഫയിൽ വിശദീകരിക്കുന്നുണ്ട്. മരിച്ച പിന്നെ മാത്രമല്ല, മരണവെപ്രാളത്തിലുണ്ട് ഒരാൾ, അപ്പോഴും നിങ്ങൾ യാസീൻ ഓതണമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അത് മാത്രമല്ല, മരണശേഷവും നിങ്ങൾ അവിടെ യാസീൻ ഓതണമെന്നും കൂടിയാണ്. അപ്പൊ എല്ലാത്തിനും ഫിറ്റാണ് ഖുർആൻ. നമ്മളെ കയ്യിലെന്ത് ഖുർആൻ? ഞമ്മയുടെ ഖുർആൻ ഓതി 40 ദിവസം കൂടുമ്പോ ഒരു ഹത്തെങ്കിലും ഓതണമെന്ന കണക്ക്. എത്ര ദിവസം കൂടുമ്പോ? 40 ദിവസം കൂടുമ്പോ 30 ജുസ് തീരണോ? നമുക്ക് 48 കൊല്ലം ഇന്നോളം അൽബക്കറ തീർന്നിട്ട. കൊല്ലം റമളാന്റെ മാസം കാണുമ്പോ, കാളിയാർച്ച മാസം കണ്ടെന്ന് പറയുമ്പോ ചങ്ങായി തുടങ്ങും 85ന്റെ സ്പീഡിൽ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇങ്ങനെ ഓതാൻ തുടങ്ങിയിട്ട് 10 കൊല്ലായി. മുത്തഖീന്റെ അവിടെ സ്റ്റോപ്പ്. പിറ്റേന്നോ ഇല്ല പള്ളിയില്
പിറ്റേന്ന് ഓന് ഓത്തില്ല. 3ന്റെ അന്ന് ഓന്റെ കയ്യിൽ മുസാഫില്ല. 4ന്റെ അന്ന് പുള്ളിക്കാരൻ പള്ളിയിലില്ല. 5ന്റെ അന്ന് നോമ്പേ ഇല്ല. പിന്നെ കണ്ടത് ബദ്രീങ്ങൾ ആണ്ടിൽ നിന്ന് ലൈനിൽ നിന്നിട്ട് ഇറച്ചി മേങ്ങിട്ട് പോകുന്നതാണ്, ക്ഷീരനെ മേങ്ങിട്ട്. പിന്നെ ഇടന്നിട്ട് തീരാൻ അതുകൊണ്ട് മുത്തഖീനിൽ തന്നെ ബാക്കിയായി. മഹാന്മാരൊക്കെ ആയിരക്കണക്കിന് ഖത്തം ഓതി തീർത്തു. ഒരു കാമാൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി 3 ഖത്തോവർ. ഒറ്റ നിൽപ്പില മഹാന്മാർ ഒരു ഖത്തം ഓതി തീർത്തു. ഇമാമുനാ ശഫീഈ റമളാനിൽ 2 ഖത്തം ഡെയിലി ഓതി തീർക്കുമായിരുന്നു. റമളാൻ അല്ലാത്ത കാലത്ത് ശവ്വാലിലും റജബിലും റബീഉൽ അവ്വലിലും മുഹറമിലും സഫറിലും ഓരോരോ ദിവസം 1 ഖത്തം ഓതുമായിരുന്നു. റമളാനിൽ ഒരു ദിവസം 2 ഖത്തം ഓതുമായിരുന്നു. ചോദിക്കട്ടെ, നിങ്ങളോടല്ല എന്നോടന്നെ ഈ റമളാനിൽ എത്ര ഖത്തം തീർന്നു? ക്യാ ഹെ ബ്രോ, എത്ര തീർന്ന്? ആട്ട ഓദ്യോന് നേരെ ഓതാനറിഞ്ഞ ആ പശ്ചത്തെ 4 പേജ് മാത്രം, അതിന്റെ പറ അറിയുന്നേയില്ല. ഇനി യാസീൻ തുടങ്ങിയെങ്കിൽ സർക്കാർ കണത്തിന്റെ റൗണ്ട് വന്ന മാതിരി തീരാനേ ഇല്ല. വായത്തുല്ലോ മന്നാ മല്ലാത് വായത്തുല്ലോ മുല്ലയിലു വൈലഹി തുർജോൻ പോട്ട്. യാസീൻ അറിയില്ലേ? നിയമം പറയാ, ഞാൻ 1.5 മുസ്ലിമാൻ, അതുകൊണ്ട് വഖഫ് ബില്ല് ഇവിടെ നടപ്പിലാക്കരുത്. ഞാൻ മുസ്ലിമാൻ, NRC CAA കൊണ്ടുവരരുത്. യാസീൻ അറിയാത്ത നീ എന്ത് മുസ്ലിമോടോ? നിനക്കെന്ത് NRC? നിനക്കെന്ത് വഖഫ് ബില്ല്? ഏതൊരു ചങ്കായി പുതിയാപ്പിള പെണ്ണ് നോക്കാൻ പോയ കഥ അറിഞ്ഞ അറിഞ്ഞില്ലെങ്കിൽ പറയുന്നില്ല, അറിഞ്ഞെങ്കിൽ പറയുന്നില്ല, അറിയില്ലെങ്കിൽ പറയാം. എൻ്റെ പേര് മുഹമ്മദ് യാസീൻ ആണത്രേ ഉസ്താദ്. പുതിയാപ്പിളുടെ പേര് മുഹമ്മദ് യാസീൻ. നല്ല പേരല്ലേ? പേരൊക്കെ അങ്ങനെ വെക്കണ്ടേ, നല്ല അർത്ഥമുള്ള ബർക്കത്തുള്ള പേര് വെക്കണം. ഇപ്പം മുഞ്ഞാന്ന് മദ്രസ തുടങ്ങുമ്പോൾ ഏതോ ഒരു ഉപ്പ പെണ്ണുമോളെ മദ്രസക്ക് കൂട്ടാൻ പോണതത്ര. അപ്പോൾ ഉസ്താദ് ആജർ പട്ടികയിൽ അഡ്മിഷൻ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പേര് ചോദിച്ചിട്ടാകുമ്പോൾ ഉപ്പ പറഞ്ഞെന്തറിയാം? ഉസ്താദ് പേര് ഫാത്തിമത്ത് ഖിറദ BM. ഫാത്തിമത്ത് നിങ്ങൾ ചെല്ല്, ഫാത്തിമത്ത് ഖിറദ സ്പെല്ലിങ് BM. ഉസ്താദ് ചോദിച്ചു, അല്ല ഇത് പേരിങ്ങനെ? ആധാർ കാർഡിൽ അങ്ങനെ, ബർത്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ. അപ്പൊ അത് കുറച്ച് മോശമാണല്ലോ. അല്ല അങ്ങനല്ല, ഫാത്തിമ മോശമില്ല. ഫാത്തിമ നല്ല പേര്, മുബാറക്കായ പേര്, നല്ലവരുടെ പേര്, എല്ലാം കൊണ്ട് വിറ്റ്. ഖിറദ ക്യാ ഖിറദ? ഖിറദ ജലങ്ങ് 1.5 കൊരങ്ങ് എന്നർത്ഥം. കൊരങ്ങ്. എങ്ങനെയുണ്ട് മോളെ പേര്? ഇത് ഗൂഗിൾ നോക്കിട്ട് വെച്ചത് അമ്മായി ഗൂഗിൾ നോക്കിട്ട് വെച്ചേ. ഫാത്തിമത്തെ ഖിറദ. എങ്ങനെയുണ്ട് ഖിറദ? കൊരങ്ങ്, മങ്കച്ചൻ. എന്റെ ഉസ്താദ് പറഞ്ഞത്ര ഇയാളോട്, അല്ല പേര് ഇത് മാറ്റണോ, അർത്ഥം ശരിയില്ല. അപ്പൊ അയാൾ പറഞ്ഞെന്തറിയോ? ആ തന്തപ്പടി പറഞ്ഞെന്തറിയാ? ഉസ്താദെ പേരിപ്പ അർത്ഥം എന്താണെങ്കിലും അങ്ങനെ, അതിപ്പോ ഇനി മാറ്റാനൊന്നും പോകുന്നില്ല. ആധാർ കാർഡ് എല്ലാത്തിലും അങ്ങനെ. ഉസ്താദിന് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉസ്താദ് വേറെ എന്തെങ്കിലും വിളിച്ചോ. അയ്യവാ, അങ്ങനെയുണ്ട്. ഞാൻ പേര് മാറ്റില്ല. അങ്ങനെ ഖിറദ തന്നെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിക്കോളി. ഉസ്താദിന് എന്ത് ബേജാറായി? ഉസ്താദ് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചട്ടിക്കില്ലാത്ത ചൂട് മൂടുന്നതിന് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഇരുന്നോട്ട്. ഓക്കെ, ഡബിൾ ഖിറദായിക്കോട്ടെ. എന്ത് കൗമോ അങ്ങ് വെച്ച് കയറ്റൽ തന്നെ. ഇക്കട്ടെ, എന്റെ വിഷയതല്ല. മുഹമ്മദ് യാസീൻ. ഞാൻ പറഞ്ഞത് നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നമുക്ക് ഖുർആനായിട്ട് ബന്ധമില്ല, അതിന്റെ ആശയം അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല. ഇനി എപ്പെങ്കിലും ഒരു അർത്ഥം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വഹാബി അല്ലെങ്കിൽ ഒരു പുത്തൻവാദി എന്തെങ്കിലും ഒരു ഖുർആൻ സെന്റർ തുടങ്ങണം ആടെ. അപ്പൊ 4 ആൾ കയറും. പിന്നെ പറയും ആടെ നല്ല ക്ലാസ്. ഇവിടെ പള്ളിയിൽ എപ്പോഴും ക്ലാസ് ഉണ്ട്. നോക്കട്ടെ, ഇവിടെ പള്ളിയിൽ ദർസുണ്ട് ഇല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് ലത്തീഫ് ഉസ്താദ് ഏകദേശം 3-4 കൊല്ലത്തോളം
മാഷാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 10-20ഓളം വിദേശികളായ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പണ്ഡിതന്മാരായി ദീനി സേവനത്തിന് പോയി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിക്ഷണത്തിലൂടെ അല്ലാഹു തആല കണ്ണടക്കുന്നത് വരെ തഅല്ലുമിന് തഅലീമിന് തദ്രീസിന് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നല്ലവരായ നിങ്ങളോട്, കോട്ടിക്കുളക്കാരോട്, മഹാന്മാരെ മനസ്സിലാക്കിയ നിങ്ങളോട്, നല്ലവർ കിടക്കുന്ന മണ്ണാകുന്ന കോട്ടിക്കുളം നാട്ടുകാരോട്, എന്റെ വഅല കേൾക്കുന്ന ഉമ്മമാരോട്, വാപ്പമാരോട് ചോദിക്കട്ടെ, ഒരിത്തിരി മഗ്‌രിബിന്റെ നേരത്ത് പോലും നിങ്ങളെ കിടാവ് ദർസിൽ വരുന്നുണ്ടോ? എത്രയോ മക്കളുണ്ട് ഇവിടെ. മഗ്‌രിബ് നിസ്കാരത്തിന് വരുന്ന എത്ര പുള്ളന്മാരുണ്ട്? 7ാം ക്ലാസ് കഴിഞ്ഞവര്, 10ാം ക്ലാസ് കഴിഞ്ഞവര്, ഇപ്പൊ അതല്ലാതെ സ്കൂളും ലീവാണല്ലോ. എന്നിട്ട് പോലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്നാം ദർസിൽ വന്നിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വന്നിട്ടെങ്കിലും ഒന്ന് ഓതണമെന്ന്, ഒരു 10 കിതാബെങ്കിലും ഓതി പഠിക്കണമെന്ന്, അത്തഹിയാത്ത് ഖുനൂത്തെങ്കിലും ശരിയാക്കണമെന്ന്, യാസീനും ഖുൽ ഹുവല്ലാഹു അഹദ് നേരെയാക്കണമെന്ന് ചിന്തിച്ച മക്കളെ വിട്. അതിലേക്ക് പറഞ്ഞേച്ച ഉമ്മ ബാപ്പമാരെ വിട്. നാളെ പള്ളിപ്പറമ്പിൽ അവർ വരണ്ട്. ആ കിടാവ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ആ മീസാങ്കലിന്റെ സൈഡിൽ നിന്നിട്ട് അസ്സലാമു അലൈക്കും ഉമ്മ, അസ്സലാമു അലൈക്കും ബാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആരക്കണ്ട്. ദുആരക്കണമെങ്കിൽ കിടാവിന് യാസീൻ അറിയണ്ട്, അത് പഠിക്കണ്ട്. ഇവിടെയുള്ള പള്ളി ദർസില് പോലും ഫുള്ളായിട്ട് ഫുൾ ടൈം വിദേശികളെ പോലെ പഠിക്കാൻ അവർക്ക് സമയമില്ലെങ്കിലോ, അയക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിലോ, ആ കിട്ടുന്ന ഇശാ മഗ്‌രിബിന്റെ ഇടയിലെങ്കിലോ കുറച്ചു നേരം അവരെ പറഞ്ഞയച്ചുകൂടെ? അത്ര നേരം എവിടെങ്കിലും ബജാറിൽ ചുറ്റുന്നത്, ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ പോയിരുന്നിട്ട് വെറുതെ അങ്ങനെ കണ്ടതെല്ലാം നോക്കിയിട്ട് സമയം കളയുന്നതിന് പകരം ഈ പള്ളിയിൽ കയറിയിട്ട് മഹാന്മാരുടെ ദർസിലിരുന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഓതി പഠിച്ചിട്ട് ഇശാവും ഇശാന്റെ ജമാഅത്തും ഹദ്ദാദും കഴിഞ്ഞിട്ട് ഞങ്ങളെ പൊന്നുകെടാവ് പൊന്നുമോനെ വീട്ടിലേക്ക് എത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അതെന്തൊരു റാഹത്താണ്. അതിനേക്കാളും വലിയ ബർക്കത്ത് വേറെയുണ്ടോ? ഇവിടെ അങ്ങനെ സ്വദേശികളായ മക്കൾ എത്ര പേരിലുണ്ട്? നമ്മളെ കമ്മിറ്റിക്കാർ കണ്ടീഷൻ വെക്കും. നിങ്ങളല്ല കമ്മിറ്റിക്കാർ, ഇങ്ങനെ കണ്ണു മറിക്കാൻ നോക്കണ്ട. മൊത്തത്തിൽ ഞാനീ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത കൊല്ലം വിളിക്കണ്ട. കമ്മിറ്റിക്കാർക്ക് കണ്ടീഷൻ എന്താ അറിയോ? ഞങ്ങൾക്കൊരു മുദരിസിനെ വേണം. ആയിക്കോട്ടെ. ഇപ്പം നമ്മളോടെല്ലാം വിളിച്ച് സാധാരണ ചോദിക്കാറുണ്ട്, നിസാം ഉസ്താദ് നല്ലൊരു ഖത്തീബിനെ വേണം, നല്ലൊരു മുദരിസിനെ വേണം, നല്ലൊരു സദറിനെ വേണം, നല്ല 2 മാലിന്യങ്ങളാണോ ഒക്കെ. ഈ പറയുമ്പോൾ പറയുന്നത് ഉസ്താദ്, ഞാൻ എന്നോട് തന്നെ ഒരാൾ കേട്ടു, ഒരു കമ്മിറ്റിക്കാർ, ഉസ്താദ് ഞങ്ങൾക്കൊരു മുദരിസിനെ വേണം. ആ ഇൻഷാ അല്ലാഹ് ഉണ്ടല്ലോ നല്ല പ്രഗത്ഭനായ ഒരു മുദരിസ്. പിന്നെ 40 മുത്തല്ലിങ്ങളോ, എത്ര 40 മുത്തല്ലിമീങ്ങൾ അയാൾ കൊണ്ടുവരണോ? അയാളത് മരപ്പണിക്കാരനാ, ഇത് മരത്തിനുണ്ടാക്കില്ലേ മുത്തല്ലിങ്ങൾ? ആയിക്കോട്ടെ. പിന്നെ ഉസ്താദ് മുത്തല്ലിമീങ്ങൾ ചെറുത് വേണ്ട, ഒരു 16 വയസ്സെങ്കിലും കഴിഞ്ഞത്, SSLC കഴിഞ്ഞതാണോ? എങ്ങനെയുണ്ട് ഇത് കിട്ടാൻ? ചങ്ങായി നിനക്കുണ്ടല്ലോ 5-6 മക്കള്, ആൺമക്കള്, നോക്കെ ഒന്നിനെങ്കിലും നീ പറഞ്ഞയച്ച. പിന്നെ നീ അണ്ടനാണ്, നിന്നെക്കാളും വലിയ അടകോടനാണ് മറ്റോന്റെ പാപ്പ. പിന്നെ ഓ എങ്ങനെ അയക്കല്? പിന്നെ 16 കഴിഞ്ഞവനാണോ, 18 കഴിഞ്ഞവനാണോ, 40 ബേക്കറി ബിസ്ക്കറ്റ് അത് കൊണ്ടുവരാൻ? എന്നിട്ട് പിറ്റേ ദിവസം ഒരു കോളം തറിയോ? ഉസ്താദ് ഞങ്ങൾക്ക് നല്ലൊരു മുദരിസിനെ വേണം. എങ്ങനെ വേണോ? 50 വയസ്സ് കഴിഞ്ഞിരിക്കണം, വയറും കുറച്ച് വേണോ? വയറ് നിനക്ക് അപ്പം ചൂടാനുണ്ടാണോ? എന്തല്ല കമ്മിറ്റിയാണ് അത്ര കമ്മിറ്റി. ഇജ്ജലും പോർക്ക് ചൂടാവും. ഓ അയാളെ വിളിക്കണ്ടേ ഞങ്ങളെ പറഞ്ഞല്ല. കമ്മിറ്റിക്കാർ എന്ന് പറയുമ്പോൾ ഒരു ഉമറാക്കളാണ്. അവർ ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണ്, അവരെ നാടിന്റെ നേതൃത്വമാണ്, അവർ ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണ്. ഞങ്ങൾ ഏറ്റവും വലിയ ധൈര്യവും പ്രതീക്ഷയും അവരാണ്. അവർ അങ്ങാനും ഒന്ന് സടകുടിഞ്ഞെഴുത്താൽ, അവർ ഒന്ന് പിടിക്കും പോലെ പിടിച്ചാൽ, അവർ ഒന്ന് ഞങ്ങളെ നിയന്ത്രിച്ചാൽ പിന്നെ ഈ കൗമ വഴിതെറ്റല, പിന്നെ ഈ മക്കള് വഴി മാറിപ്പോവല, പിന്നെ ഞങ്ങളെ മക്കള് ലഹരിക്കടിമയാവല. കമ്മിറ്റിക്കാരെ ശരിയില്ലെങ്കിലാ? മക്കള് കുടിക്കാതിരിക്കണമെങ്കിൽ ബാപ്പ മുന്നേ കുടിക്കാതിരിക്കണ്ടേ? ബാപ്പ കുടിയനാണെങ്കിലോ? മകൻ മുഴുകുടിയൻ. ബാപ്പ കള്ളനാണെങ്കിലോ? മോന് ജാമ കള്ളൻ. ഉറപ്പല്ലേ?
എന്തേ സമയമായി തോന്നുന്നല്ലേ? ആയി. ബാപ്പ മക്കള് നേരാവണമെങ്കിൽ ആദ്യം ഞമ്മ നേരാണ്. പണ്ട് ബാപ്പാവും മോനും രണ്ടാറും ആശാരിമാണത്രേ. ആശാരിമാർ, മരപ്പണിക്കാർ, മരത്തിന്റെ. ബാപ്പാന്റെ പേര് ഇസ്മായിൽ, മോന്റെ പേര് അസീസ്. അങ്ങനെ കൂട്ടിക്കോ. രണ്ടാൾക്കും നല്ല മരത്തിന്റെ പണിയാണ്. നല്ല ഡോറ്, കട്ടില്, കിടക്ക, പിന്നെ ഈ ജനല്, വിൻഡോ, കിണ്ടി ഇതൊക്കെ ഉണ്ടാക്കല പണി. ഇവരെന്താ അറിയോ? രണ്ടാളും രാവിലെ വേഗം വരും, വൈകുന്നേരം വരെ പണിയെടുക്കും. അങ്ങനെ വൈകുന്നേരം നിർത്താനാകുന്ന സമയത്ത് നാളെ മുറിക്കേണ്ടതിന്, നാളെ ഓട്ട എടുക്കേണ്ടതിന്, നാളെ ഓൾസ് എടുക്കേണ്ടതിന് ഇന്ന് തന്നെ വരയിട്ടിട്ട് പോകും. വര ആ മരത്തടിക്ക്, ആ രീപ്പിന്, ആ പടി കഷ്ണത്തിന്, നാളെ മുറിക്കേണ്ട ആ പടിക്ക്, നാളെ ഓട്ട എടുക്കേണ്ട ആ പടി കഷ്ണത്തിന് ഇന്ന് തന്നെ വരയിട്ടിട്ട് പോകും. വൈകുന്നേരം എന്നാൽ നാളെ മറ്റു പിന്നെ വരയിടണമെന്നില്ലല്ലോ, വേഗം ഓട്ട എടുക്കാമല്ലോ, വേഗം മുറിക്കാമല്ലോ. പക്ഷെ ഈ അച്ഛനും മോനും നല്ല മരപ്പണിക്കാരാണ്. അതോടൊപ്പം നല്ല കുടിയന്മാരുമാണ്. അല്ലേ? മോന് 150 കുടിക്കുമ്പോ അച്ഛൻ 200, അച്ഛൻ 200 കുടിക്കുമ്പോ മോ 250. ഒരു ദിവസം വൈകുന്നേരം രണ്ടാളും പോയി വരയിട്ട് ലൈനിട്ട്, നാളെ ഇവിടെ 2 ഓട്ട, ഇവിടെ 3 ഓട്ട, ലൈനിലിട്ട് നാളെ രാവിലെ വന്നാൽ എടുക്കണം. രാവിലെ പോയി, വൈകുന്നേരം പോയി. പിറ്റേന്ന് രാവിലെ രണ്ടാളും വന്ന് അച്ഛനും മോനും കട്ടൻ ചായ കുടിച്ചിട്ടൊന്നിനല്ല, മട്ടം പോലെ കുടിച്ചിട്ട് വന്നിട്ട് അച്ഛനെന്ത് ചെയ്തറിയോ? ഷർട്ടൊക്കെ മാറ്റിയിട്ട് യൂണിഫോം എല്ലാം ഇട്ട് കയ്യിൽ ഉളിയും പിച്ചളെല്ലാം കയ്യിൽ പിടിച്ചിട്ട് ഇന്നലെ വരയിട്ട പടി കഷ്ണം മുമ്പിൽ വെച്ചു. ഇനിയിപ്പോ ഓട്ടം എടുക്കണം. ആ മുമ്പിൽ വെച്ച പടി കഷ്ണത്തിൽ വര നോക്കുമ്പോ വര കാണുന്നില്ല. വര കാണാഞ്ഞിട്ടല്ല, വര ക്ലിയർ ഉണ്ട്, വരന്റെ ലൈൻ ഉണ്ട്, പെൻസിലിൽ വരച്ചത് അങ്ങനെ ഉണ്ട്. ചങ്ങായി കുടിച്ചത് കൊണ്ട് ചങ്ങായിന്റെ കണ്ണ് എയിലല്ലോ പോണു. ഒരിക്കൽ കുണ്ടോട്ടി, ഒരിക്കൽ കാഞ്ഞങ്ങാട്, ഒരിക്കൽ താമരശ്ശേരി, ഇങ്ങനെല്ലാം ആന്ന് ചങ്ങായി, അങ്ങിങ്ങല്ല എന്തെല്ലോ ആന്ന്. ചങ്ങയ്ക്ക് വര കാണുന്നില്ല. അപ്പൊ മരക്കഷ്ണം മുമ്പിൽ വെച്ചിട്ട് എങ്ങനെ നോക്കിയിട്ടും വര കാണാതിരിക്കുമ്പോ മോനെ വിളിച്ചത്ര, മോനെ എടാ, ഏയ് ഇല്ല, മോനെ വിളിച്ചു ചോദിച്ചു, മോനെ ഇല്ല, വര എവിടറാന്ന് ചോദിക്കുമ്പോ മോൻ പറഞ്ഞല്ലോ, ബാപ്പ മരം എവിടറാന്ന്. കാരണം കുടിച്ച കുടിയില് മോന് മരനെ കാണുന്നില്ല, മഹാകുടിയനായി പോയി. അപ്പൊ ബാപ്പ ആദ്യം നേരാണ്, എന്നാലേ മക്കൾ നേരാവൂ. ഒന്നാം ദർസിൽ വന്നിട്ട് മാരിബീഷാന്റെ ഇടയിലും മദ്രസയിലും അൽഹംദുലില്ലാഹ് ഞങ്ങളെ കോട്ടിക്കുളം നാട് എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട നാടാണ്. മറ്റുള്ള ജമാഅത്തുകാർക്ക്, മഹല്ലത്തുകാർക്ക്, നാട്ടുകാർക്ക് എല്ലാം കൊണ്ടും മാതൃകയാക്കാൻ പറ്റുന്ന നാട്. മാഷാ അല്ലാഹ് ഞങ്ങളെ ജമാഅത്തിന്റെ കീഴിൽ വലിയ മദ്രസയുണ്ട്. കാലങ്ങളേറെയായി പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദർസുണ്ട്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിച്ചിട്ട് കാലം കണ്ട വലിയവരായ അലിമീങ്ങളായി, പണ്ഡിതന്മാരായി ഞങ്ങളെ നാടിന്റെ മക്കൾ, ഉമ്മമാരുടെ, ബാപ്പമാരുടെ ഉപ്പും ചോറും തിന്നിട്ട് നല്ല ആലിമീങ്ങളായി പുറത്തിറങ്ങി പോയിട്ടുണ്ട്. ഇന്നും ദർസുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. എല്ലാത്തിനേക്കാളുപരി 5 പതിറ്റാണ്ടിലേറെ, അതല്ലെങ്കിൽ 500-600 കൊല്ലത്തിലേറെ പഴക്കമുള്ള, പാരമ്പര്യമുള്ള, പൈതൃകമുള്ള നാടാണ്, ജമാഅത്താണ്, മഹല്ലത്താണ് ഞങ്ങളെ കോട്ടിക്കുളം മഹല്ലത്ത്. ഞങ്ങളെ ഈ മഹല്ലത്ത്, ഈ മഹല്ലത്തിന് വലിയ പെരുമയുണ്ട്, ഈ മഹല്ലത്തിന് വലിയ പേരുണ്ട്, ഈ മഹല്ലത്തിന് വലിയ പവറുണ്ട്, ഈ മഹല്ലത്തിന് വലിയ ഇസ്സത്തുണ്ട്, നല്ല പേരുണ്ട്. അത് ഇനിയുള്ള തലമുറകളുടെ തലതെറിച്ച പ്രവർത്തനങ്ങളെ കൊണ്ട് ആ ഇസ്സത്ത് നിങ്ങൾ കളയരുത്. ദോഷപ്പേര്, മോശപ്പേര്, ദുഷ്പേര് നിങ്ങൾ ഉണ്ടാക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും, എല്ലാ മുൻകരുതലും ജമാഅത്തിന്റെ വലിയവരായ നേതാക്കള്, നല്ലവരായ കമ്മിറ്റി നേതാക്കള്, വലിയവരായ ഞങ്ങളെ ഉമറാക്കള് വേണ്ടതൊക്കെ ചെയ്യണം കേട്ടോ. അവരാരും ആ കാര്യത്തിൽ അമാന്തിക്കരുത്. നേതാക്കൾ ആക്ഷേപിച്ചതല്ല,
അവർ ഞങ്ങളെ ഉമ്മത്തിന്റെ നേതൃത്വമാണ്, അവർ ഞങ്ങളെ നാടിന്റെ വലിയ നേതൃത്വമാണ്, ഞങ്ങളെ ഈ നാടിന്റെ വലിയ കരുത്തവരാണ്, ഞങ്ങളെ വലിയ ധൈര്യം ഈ ഉമറാക്കളാണ്, കമ്മിറ്റിക്കാരാണ്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്നാലും അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്നെ മറിഞ്ഞു പോകാൻ പാടില്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ പിന്മാറാൻ പാടില്ല. കമ്മിറ്റിക്കാർ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം സ്വിച്ച് ബോർഡ് നേരെയുണ്ടോ നോക്കൽ മാത്രമല്ല, മുക്രിക ബാങ്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കലല്ല, മാസം മാസം ശമ്പളം എണ്ണി കൊടുക്കൽ എന്നത് ശരിയായിട്ടുണ്ടോ എന്ന് നോക്കൽ മാത്രമല്ല, ഒരു നാടിന്റെ നാടിമിടിപ്പ്, ഒരു നാടിന്റെ മർമ്മം എല്ലാം കണ്ടറിയേണ്ടവരാണ് ഈ ഉമറാക്കള്. അല്ലാഹു തആല അവരെയും ഞങ്ങളെയും സന്തോഷത്തിലാകട്ടെ. ഞങ്ങളെ നേതൃത്വത്തിന്, ഞങ്ങളെ കമ്മിറ്റി നേതാക്കൾക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും സന്തോഷവും ദീനിന്, നാടിന്, ഈ ഉമ്മത്തിന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനുള്ള വലിയ മനസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ധാരാളം ഓതണം, യാസീൻ ഓതണം. യാസീൻ എന്ന് പറഞ്ഞാൽ അത് സൂറത്ത് ഖുർആനിന്റെ ഹൃദയമാണ്, ഖുർആനിന്റെ ഹാർട്ടാണ്, കൽബാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. സൂറത്ത് യാസീനാണ് ഖുർആനിന്റെ ഹൃദയ. സൂറത്തു യാസീൻ ലിമാ ഖുരിആ, എന്തുദ്ദേശം വെച്ചിട്ട് ഓതിയാലോ, എന്തു നല്ല കാര്യം കരുതിയിട്ട് ഓതിയാലും, എന്തു മുറാദും ഹാസിലാകണമെന്ന് കരുതിയിട്ട് ഓതിയാലും, എന്തു രോഗം സുഖപ്പെടണമെന്ന് കരുതിയിട്ട് ഓതിയാലും അല്ലാഹു തആല കാര്യം സാധിപ്പിച്ചു തരുന്നതാണ്. അതാണ് യാസീൻ. അത് നിങ്ങൾ ധാരാളം ഓതണേ, അത് നല്ലോണം ഓതണേ. കാണാതെ ഓതാൻ അറിയുന്നുണ്ടെങ്കിലോ നോക്കിയിട്ട് ഓതണേ. പിന്നെ മൊബൈൽ നോക്കിയിട്ട് ഓതുന്നവനാണെങ്കിലോ മുസഹഫ് നോക്കിയിട്ട് ഓതണേ. കാരണം അതിനാണ് ഏറെ കൂലി. കാണാതെ അറിയുന്നെങ്കിലും നോക്കിയിട്ട് ഓതണം, അങ്ങനല്ലേ? കാണാതെ ഓതുന്നതിന്, കാണാതെ ഓതുന്നതിനും കൂലിയുണ്ട്. അതേ സമയത്ത് കാണാതെ അറിയട്ടെ അറിയാതിരിക്കട്ടെ നോക്കി ഓതുന്നതിനാണ് ഡബിൾ കൂലി. ഖാദിയായാലും ഉസ്താദായാലും തങ്ങളായാലും മുദരിസായാലും മുക്രിയായാലും ആര് ഹോജറാജാവായാലും നോക്കിയിട്ട് ഓതലാണ് ഏറ്റവും കൂടുതൽ കൂലി. ഒന്ന്. രണ്ടാമത്, മൊബൈലിൽ നോക്കിയിട്ട് ഓതുന്നതിനേക്കാൾ ഏറെ കൂലി മുസാഫ് നോക്കിയിട്ട് ഓതുന്നതിനാണ്. കാരണം എന്താ പറയുക, മുസാഫ് നോക്കിയിട്ട് ഓതിങ്ങ് 3 കൂലി, മൊബൈലിൽ നോക്കിയിട്ട് ഖുർആൻ ഓതിയാൽ 2 കൂലി. മുസാഫ് നോക്കിയിട്ട് ഓതിയാലോ 1, ഖുർആൻ ഓതി 2, മുസഹഫ് നോക്കിയിട്ട് ഓതി 3, നോക്കിയിട്ട് ഓതി 3, മുസഹഫ് നോക്കി. മുസഹഫിനെ നോക്കൽ തന്നെ ഖുർആനെ നോക്കൽ തന്നെ കൂലിയാണല്ലോ, അല്ലേ? അത് ഖുർആനല്ലേ, അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അത് ലോകത്തുള്ള ഏറ്റവും വലിയ വാക്കല്ലേ. അതുപോലത്തൊരു വാക്ക് ഒരു മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ അല്ലാഹുമായിട്ട് അടുക്കുന്ന നേരം, അല്ലാഹുമായി സംസാരിക്കുന്ന നേരം, അല്ലാഹുമായി ബന്ധപ്പെടുന്ന നേരം, അല്ലാഹുമായി ലിങ്കാവുന്ന നേരം 2 സമയമാണ്. ഒന്ന് നിസ്കാരത്തില്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, അതേ നിസ്കാരം എന്നത് മുഅ്മിനിന്റെ മിഅ്റാജാണ്. അത് ഉറൂസിന്റെ പേരിലായാലും സലാത്തിന്റെ പേരിലായാലും മംഗളത്തിന്റെ പേരിലായാലും മൈലാഞ്ചിന്റെ പേരിലായാലും ഏത് യാത്രന്റെ പേരിലായാലും ഊട്ടിന്റെ പേരിലായാലും മൈസൂറിന്റെ പേരിലായാലും നിസ്കാരം കളാക്കരുത്. ഒരു കാരണവശാലും നിസ്കാരം കളാക്കരുത്. അതതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. കാരണം അത് അല്ലാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന നേരമാണ്. രണ്ടാമത് ഖുർആൻ ഓതുന്ന നേരത്ത് ഞാനും നിങ്ങളും അല്ലാഹുവിനോടാണ് സംസാരിക്കുന്നത്. മാഷാ അല്ലാഹ്, ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളെ എല്ലാമായ മഹാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവർകൾ ഞങ്ങളെ മഹത്തായ വേദിയിലേക്ക് എത്തി. പുറത്തു നിൽക്കുന്ന എല്ലാവരും, കമ്പൗണ്ടിന്റെ പുറത്ത് കുറെ ആളുണ്ട്, നാട്ടിന്റെ നേതാക്കളുണ്ട്, കമ്മിറ്റി നേതാക്കളുണ്ട്, മാനേജ്മെന്റ് ഭാരവാഹികളുണ്ട്, പിന്നെ ഈ പരിപാടി പ്രോഗ്രാം കമ്മിറ്റി നേതാക്കന്മാരുണ്ട്,
പിരിശപ്പെട്ട ബാല്യക്കാരുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരി. എന്റെ വയല് കേൾക്കുമ്പോൾ നിങ്ങൾ പുറത്തിരുന്നാലും വലിയ ബേജാറൊന്നുമില്ല. ഇനി തങ്ങൾ ദ്വാരക്കുമ്പോ തങ്ങൾ വയല് പറയുമ്പോ തങ്ങൾ കുറച്ചു നേരം വിഷയാക്കും. ഞങ്ങളെപ്പോലെ 1.5 മണിക്കൂറൊന്നും തങ്ങ നിൽക്കാൻ. തങ്ങ ഇപ്പൊ എന്നെ പോലെ ഒരു പരിപാടിക്ക് വന്നതല്ലല്ലോ. തങ്ങൾ ഒരുപാട് പരിപാടി കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരി. എനിക്ക് നിങ്ങളോട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരി. സ്വർഗത്തിന്റെ തോപ്പിലേക്ക് വരി. മലായിക്ക ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ കസാരയില്ലേ? വോളണ്ടിയർമാർ എവിടെ? ബാഡ്ജ് കുത്തിയ വോളണ്ടിയർമാർ, അവരൊന്നും നല്ല പിരിശത്തിലൊന്നും അവരെ കൂട്ടിക്കൊണ്ട് വരി. ആ കുടിക്കാനുള്ള സർവത്ത ജ്യൂസ് എന്തുള്ളത് കൊടുക്കി. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. തങ്ങൾ വരുമ്പോൾ മജ്ലിസ് ഒന്ന് ഭംഗിയാട്ട്. അതല്ലേ നമുക്ക് ഖൈറ്, അതൊരു ഭാഗ്യല്ലേ. അത് സ്വർഗത്തിന്റെ തോപ്പല്ലേ, അത് മലായികത്തീങ്ങളുള്ള ഇടമല്ല, അത് നല്ലവർ കാണുന്ന സഭയല്ല. അവിടെ ഇരിക്കുക എന്നത് ഏറെ കൂലിയുള്ള സംഗതിയല്ല. ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ, നേതാക്കളെ അല്ലാത്തവർ എന്ന വ്യത്യാസമില്ലാതെ, ബാല്യക്കാർ കുട്ടികളെന്ന വ്യത്യാസമില്ലാതെ, പുറത്തുള്ളവർ, പള്ളിന്റെ ബാക്കിലുള്ളവർ, ദർഗന്റെ സൈഡിലുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിങ്ങോട്ട് വരണോ. സംഘാടകർ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണോ. വോളണ്ടിയർ വെച്ച ബാല്യക്കാർ വേണ്ടതുപോലെ ഭംഗിയായി സ്വീകരിക്കണം. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, ഞങ്ങളെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് ഇപ്പുറത്തെ ഇപ്പൊ കസാര എടുക്കാൻ നിൽക്കണ്ട. ഇട്ട കസാല ഒന്ന് പില്ലാട്ട്. നിങ്ങൾ ബാക്കിൽ നിന്നിരിക്കുന്നവരൊന്ന് മുമ്പിൽ കയറി. അവർക്കാണ് ഡബിൾ കൂലി. കാരണം ഇനി വരുന്നവരൊന്നും ചിലപ്പോൾ മുന്നിലേക്ക് തന്നെ വന്നോളന്നില്ല. ഒരു ബാക്കിൽ നിന്ന് സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നെങ്കിലായി, ചിലപ്പോൾ ബയ്യൊക്കെ തന്നെ പോയെങ്കിലും ആയി, പറയാൻ പറ്റാല. കാരണം എന്തേ, ഇത് ഫെഡ് ലൈറ്റ് മാച്ച് അല്ലല്ലോ. ഫെഡ് ലൈറ്റ് മാച്ച് ആണെങ്കിൽ പിന്നെ അപ്പ അവിടെ തന്നെ ഇരുന്നേനെ. നിങ്ങളെ പറഞ്ഞല്ല, എന്നാലും സംഗതി അങ്ങനല്ലേ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിച്ചതുപോലെ, ഒരുപാട് നേരം നിങ്ങൾ ഇരുത്തിയിട്ട് മുഷിപ്പിച്ചതുപോലെ, മഹാന്മാരായ സാദാത്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ആവേശവും ഞങ്ങളൊക്കെ വലിയ നേതൃത്വവും ഞങ്ങൾ ആത്മീയ തണലുമായിട്ടുള്ള മഹാനരായ പിന്നെ കുന്നുംകൈ തങ്ങള്, സൈനുൽ ആബിദീൻ തങ്ങളവറുകൾ കുറെ നേരം നിങ്ങളെ ഇരുത്തിയിട്ട് മുഷിപ്പിക്കലില്ല. കുറച്ചു നേരം നല്ലൊരു ഉപദേശം, അത് മതി. അൽഹംദുലില്ലാഹ്, അത് ധാരാളം. അതിലെന്നെയാണ് ബർക്കത്ത്, അതിലെന്നെയാണ് വലിയ ഫലം. അല്ലാഹു തആല തങ്ങളവറുകൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അഹ്ലു ബൈത്തിന്റെ മഹാനരായ കണ്ണി, അനവധി നിരവധി കശ്ഫ കൊണ്ട് കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനരായ വലിയുള്ളാഹി ഫഖറുദ്ദീൻ തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട മകന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർണാടക സ്റ്റേറ്റിലെ സമുന്നതരായ സാരഥി, നമ്മുടെ വലിയ ആത്മീയ നേതൃത്വം, ഈ ഉമ്മത്തിന്റെ വലിയ നേതൃത്വം, ആയിരങ്ങൾ പതിനായിരങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും അഭയം തേടി പോകുന്ന മഹൽ വ്യക്തിത്വം, വന്യരായ ശൈഖുനാ തങ്ങളവറുകള്, അഹ്ലു ബൈത്ത് കുടുംബത്തിലെ മഹാനരായ സാരഥിയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ പരമ്പര, അഹ്ലു ബൈത്ത് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ മഹാസാന്നിധ്യമാണ്. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. അല്ലാഹു ആ തണലും ആ നേതൃത്വവും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നൽകട്ടെ. ആമീൻ ചൊല്ല. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകട്ടെ. ആഫിയത്ത് അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആരോഗ്യം അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ. ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ. അല്ലാഹു ആ പരിശുദ്ധ പരമ്പരയുടെ ബർക്കത്ത് കൊണ്ട്, ആ അഹ്ലു ബൈത്ത് കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആ സയ്യിദ് കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാനരുടെ ആബാ അജ്ദാദികളെ ബർക്കത്ത് കൊണ്ട്, സാധുക്കളായ ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞങ്ങൾ അല്ലാഹുവുമായി സംസാരിക്കുന്ന 2 നേരം, ഒന്ന് ഖുർആൻ ഓതുമ്പോൾ, ഒന്ന് നിസ്കരിക്കുമ്പോൾ. ഖുർആൻ ഞാൻ നിങ്ങൾ ഓതുന്നത് അത് അല്ലാഹുവിന്റെ വാക്കാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അതുപോലെ ഒത്തിരി വാക്ക് ഞങ്ങളെ വായി കൊണ്ട് ഞങ്ങൾ മൊഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അതിന്റെ ഓരോ അക്ഷരത്തിനും നല്ലോണം കൂലിയുണ്ട്. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ് ولكن ألف حرف ولام حرف وميم حرف وفي رواية ألف 10 ولام 10 وميم 10. ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും നല്ലോണം കൂലിയുണ്ട്. അതുകൊണ്ട് ധാരാളം ഓതിക്കോളൂ, രാപ്പകലില്ലാതെ ഓതിക്കോളൂ, എപ്പോഴും ഓതിക്കോളൂ. പ്രത്യേകിച്ച് പ്രത്യേകമാക്കപ്പെട്ട സൂറത്തുകളുണ്ട്. യാസീന് പോലെ, സൂറത്തുൽ വാഖിയ പോലെ, ആയത്തുൽ കുർസി പോലെ, അതൊക്കെ നിങ്ങൾ ധാരാളം ഓതണം. ഖുർആനുമായി നമുക്ക് ബന്ധമുള്ള കാലത്തോളം ഞങ്ങൾ അല്ലാഹുവിന്റെ ലോകത്ത് എപ്പോഴും സമാധാനത്തോടെ കഴിയുന്നവരാണ്. ഞങ്ങളെ ഒരു രോമത്തിന് തൊടാനോ വേദനിപ്പിക്കാനോ, ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ, ഞങ്ങളെ പറ്റി ഏഷണി പറയാനോ ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ
സാധ്യമേ അല്ല. എപ്പോ ഞാനും നിങ്ങളും ഖുർആനുമായി ബന്ധപ്പെടുമ്പോ, ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോ, ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോ, ഖുർആൻ ധാരാളം പാരായണം ചെയ്യുമ്പോ, അതുകൊണ്ട് നിങ്ങൾ ഇഖ്റഉൽ ഖുർആൻ ധാരാളം ഓദിക്കോ. അത് നിങ്ങൾക്ക് ഖബറിൽ നാളെ ഒരു ശുപാർശകനായി വരോ, നാളെ പരലോകത്ത് നിങ്ങൾക്കൊരു ഷാഫിയായി വരോ, ഖബറിൽ നിങ്ങൾക്കൊരു ബുർഹാനായി ഹുജ്ജത്തായി വരോ, നിങ്ങൾക്കൊരു തെളിവായി ശക്തിയായി എവിടെ വരോ. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ താഴെ വെക്കണ്ട, എപ്പോഴും ഓദിക്കോ. അരപ്പേജെങ്കില് അരപ്പേജ്, ഒരു പേജെങ്കില് ഒരു പേജ്, ധാരാളം ഓദിക്കോ. മഹാന്മാർ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ധാരാളം ഓതിയത്. നിർത്തുകയാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. മരിക്കുന്നതിന് മുമ്പ് 4000-ലേറെ തവണ ഖുർആൻ ഫുള്ളായിട്ട് ഓതി തീർത്തവരാണ്. ഉമ്മമാര് കേൾക്കണോ, പെങ്ങള് കേൾക്കണോ? നീട്ടുന്നില്ല, 2 മിനിറ്റ് 4000-ലേറെ തവണ. 4000 പേജല്ല, 4000 സൂറത്തല്ല, 4000-ലേറെ തവണ പരിശുദ്ധ ഖുർആൻ ഫുള്ളായി ഓതി തീർത്തു ബീബി നഫീസത്തുൽ മിസ്രിയ. എന്നെ നോക്ക് 6000-ഓളം എന്നും അഭിപ്രായമുണ്ട്. ഇരിക്കട്ടെ, ഖുർആൻ ഫുള്ളായിട്ട് ഓതിയിട്ട് 4000-ലേറെ തവണ ഫുള്ള് ഖത്തം തീർത്തിട്ട് പോലും മഹദി മരിക്കുന്ന സമയത്ത് പോലും ജനങ്ങളോട് കേട്ടത് കുടിക്കാൻ ഒരിത്തിരി വെള്ളമല്ല. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ, മരണവേദന കൊണ്ട് പൊളിയുമ്പോ, കൂടെ നിൽക്കുന്ന കുടുംബക്കാരോട്, ബന്ധുജനങ്ങളോട്, കുറ്റുകൂട്ടുകാരോട്, നാട്ടുകാരോട് ചോദിച്ചത് ഡോക്ടർ കൊണ്ടുവരാനല്ല, ഗ്ലൂക്കോസ് കയറ്റാനല്ല, ആംബുലൻസ് വിളിക്കാനല്ല. ആ ഖുർആൻ എന്റെ കയ്യിൽ തരൂ, ഞാനൊന്ന് ഓതട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 വയസ്സിന്റെ ഉള്ളിൽ ജീവിച്ചവരാണ് ബീബി നഫീസത്തുൽ മിസ്രിയ. അതായത് കുറെ കാലം ജീവിച്ചവരല്ല, ചെറുപ്പത്തിലെ മരണപ്പെട്ടവരാണ്. അത്തരം ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ട് ആ ചെറിയ കാലം ജീവിച്ചിട്ട് 4000-ലേറെ തവണ ഖുർആൻ ഫുള്ളായിട്ട് ഓതി തീർത്ത ഉമ്മ നഫീസത്തുൽ മിസ്രിയ ഉമ്മ. സുബ്ഹാനല്ലാഹ്, മരണക്കിടക്കയിൽ കിടക്കുമ്പോ, സക്കറാത്തിന്റെ ഹാലിൽ ഇരിക്കുമ്പോ, ഡോക്ടർമാരെ നാട്ടുകാര് കൂട്ടിക്കൊണ്ടുവന്നു, വൈദ്യരെ കൂട്ടിക്കൊണ്ടുവന്നു. വൈദ്യര് വന്നിട്ട് ആ സക്കറാത്തിന്റെ ഹാലിലുള്ള നഫീസത്തുൽ മിസ്രിയ ഉമ്മാന്റെ പൾസ് പരിശോധിക്കുന്നു, നാടിമിടിപ്പ് പരിശോധിക്കുന്നു. പൾസ് പരിശോധിച്ചപ്പോ, നാടിമിടിപ്പ് പരിശോധിച്ചപ്പോ വൈദ്യർക്ക് മനസ്സിലായി, ഡോക്ടർക്ക് മനസ്സിലായി, ബീബി നഫീസത്തുൽ മിസ്രിയ ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന്, ഡേഞ്ചർ അവസ്ഥയിലാണെന്ന്, മരണപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് മനസ്സിലാക്കിയ വൈദ്യരെന്ത് ചെയ്തറിയോ, ഡോക്ടർ എന്ത് ചെയ്തറിയോ, ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ ഉമ്മാക്ക് ഡോക്ടർ കൊടുക്കുകയാണ്, വൈദ്യര് കൊടുക്കുകയാണ്. ആ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് നീട്ടിയ നേരം മരണക്കിടക്കയിൽ കിടന്ന് സക്കറാത്ത് വലിക്കുന്ന നഫീസത്തുൽ മിസ്രിയ അവസാന സമയത്ത് പോലും കൂടിയ ജനങ്ങളോട്, ബന്ധുജനങ്ങളോട്, വൈദ്യരോട്, നാട്ടുകാരോട്, ഇഷ്ടജനങ്ങളോട് ചോദിച്ചതെന്തറിയാ, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ നോമ്പുകാരിയാണ്, ആ ഖുർആൻ തരൂ, ആ മുസ്ഹഫ് തരൂ, ഞാനൊന്ന് ഓതട്ടെ. 4000-ലേറെ തവണ ഖുർആൻ ഫുള്ളായി ഓതി തീർത്തിട്ട് പോലും ഖുർആനിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല, മടുപ്പ് തോന്നിയിട്ടില്ല, പച്ചള് പിടിച്ചിട്ടില്ല. തരിത്തവരോടുണ്ണി ഞാൻ മോറിത്തിടാ സൗമാന്, തനിയവൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താന് മരണമാകും എണ്ട് വിണ്ട് ഓതിയന്നാമാന്, മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാന്. മരണക്കിടക്കയിൽ കിടന്നിട്ട് ഖുർആൻ ചോദിച്ച ഉമ്മ 4000-ലേറെ തവണ പരിശുദ്ധ ഖുർആൻ ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ, രാപ്പകലില്ലാതെ ഓതി തീർത്ത ഉമ്മ അവസാന സമയത്തും ഖുർആൻ ഓതിയിട്ട്, സൂറത്തു അന്നാം ഓതിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അവർ നാളെ ഖുർആനിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ, ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുമ്പോ, അവരെ മണ്ണറയാകുന്ന ഖബർ അല്ലാഹു തആല സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമ്പോ നമുക്കും ആ ഒരു ചാൻസ് അല്ലാഹ് തരണ്ടേ? അള്ളാഹിനെ നമുക്കും കാണണ്ടേ?
അവർ കിടന്ന സ്വർഗത്തിലല്ലേ ഞങ്ങൾക്കും കിടക്കാനുള്ളത്? അവർ കണ്ടാസ്വദിച്ച മുസ്തഫോയ നബി തങ്ങളെ കൂടെയല്ലേ നമുക്കും പോകേണ്ടത്? മേലായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.